ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ഇതിന്റെ കൃത്യമായിട്ടൊരു വർഷം ആയിട്ട് പറയുന്നില്ല. 1980-കളിലാണ് എന്നാണ് പൊതുവെ പറയുന്നത്. 1980 മുതൽ 82 വരെ ഏകദേശം ഇത് നീണ്ടു നിന്നിരുന്നു. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടും അല്ലായിരുന്നു. അപ്പം ചിലപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ 1980 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് എഴുതുക. 80 കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ. പിന്നെ എവിടെയായിരുന്നു നടന്നതെന്ന് ചോദിച്ചാൽ ബീഹാറിലെ സിംഘം എന്ന് പറഞ്ഞ ജില്ലയിലായിരുന്നു. ഓക്കെ, സിംഘം എന്ന് പറഞ്ഞ ജില്ലയിലായിരുന്നു. എന്നാൽ ഇപ്പം ഈ സിംഘം ജില്ല ജാർഖണ്ഡിലാണ്. ബീഹാർ വിഭജിച്ച് ജാർഖണ്ഡ് രൂപം കൊണ്ടതുകൊണ്ട് ഇപ്പം ഈ സിംഘം എന്ന് പറയുന്ന ജില്ല ജാർഖണ്ഡിലാണ്. ഓക്കെ, അപ്പം ഈ സിംഘം എന്ന് പറയുന്ന ജില്ലയിലായിരുന്നു ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ഈ മൂവ്മെന്റ് വന്നത്. ഓക്കെ, ഇനി ഇത് നടത്തിയത് ആരാണെന്ന് വെച്ചാൽ അവിടെയുള്ള ട്രൈബൽസുകളായിരുന്നു. അതായത് ആദിവാസികളാണ് കൂടുതലായിട്ടും നടത്തിയത്. ഓക്കെ, ഇത് അവിടെയുള്ള വനങ്ങളെല്ലാം വെട്ടിമാറ്റിയിട്ട് തേക്കുമരം നടുന്നതിനെതിരായിട്ട് നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു. ഇത് പിന്നീട് ജാർഖണ്ഡിലേക്കും അതുപോലെ ഒറീസയിലേക്കും, അതായത് അതിന് ചുറ്റുമുള്ള സമുദ്ര പ്രദേശങ്ങളിലേക്കെല്ലാം അത് പിന്നീട് സ്പ്രെഡ് ചെയ്യാനും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ജംഗിൾ ബച്ചാവോ ആന്തോളൻ 1980-82 കാലഘട്ടങ്ങളിലായിരുന്നു. കണ്ടിന്യൂസ് അല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്കായിട്ട് വന്നൊരു, അതായത് ഇവര് തേക്ക് മരങ്ങളെല്ലാം വെട്ടി തേക്ക് നടുന്നു എന്നുള്ള തീരുമാനങ്ങൾ വരുമ്പം ആ ഒരു സമയം ഉണ്ടായ ഒരു പ്രക്ഷോഭങ്ങളായിരുന്നു. സിംഘം ജില്ലയിലായിരുന്നു. എവിടെയായിരുന്നു നടന്നിരുന്നതെന്ന് ചോദിച്ചാൽ ബീഹാർ സംസ്ഥാനത്താണ്. ആദിവാസികളായിരുന്നു. പിന്നീട് അത് ജാർഖണ്ഡ് ഒറീസയിലെല്ലാം സ്പ്രെഡ് ചെയ്തു. ഓക്കെ അല്ലേടേ? ഓക്കെ ഓക്കെ. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പിക്കോ മൂവ്മെന്റ്. ഓക്കെ, അപ്പിക്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു എന്താണ്, ഒരു സമരമല്ല, ഒരു മൂവ്മെന്റ് ആയിരുന്നു, ഒരു പ്രക്ഷോഭമായിരുന്നു. അതിന്റെ വർഷം ചോദിക്കുന്നുണ്ട്. 1983-ലായിരുന്നു. ഓക്കെ, 1983-ൽ നടന്ന ഒരു മൂവ്മെന്റ് ആണ് അപ്പിക്കോ മൂവ്മെന്റ്. ആലിംഗനം ചെയ്യുക എന്നാണ് ഈ അപ്പിക്കോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇതൊരു കന്നഡ വാക്കാണ്. കർണാടകയിലായിരുന്നു ഈ സംഭവം നടന്നത്. ആലിംഗനം ചെയ്യുക എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചിക്കോന്റെ വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞില്ലേ? ചിക്കോന്റെ വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? ഈ ചിക്കോ ചേർന്ന് നിൽക്കുക. അതെ അതെ. അപ്പൊ അപ്പിക്കോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കർണാടകയിലായിരുന്നു ഈ സംഭവം നടന്നത്. ഇതിന്റെ മെയിൻ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ പാണ്ഡുരംഗ ഹെഗ്ഡെ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. പാണ്ഡുരംഗ ഹെഗ്ഡെ. ഓക്കെ, ഇതും അവിടെയും ഇതുപോലെ തന്നെ ഈ വനം വെട്ടി നശിപ്പിച്ചിട്ട് എന്താണ് അവിടെ തേക്ക് നടാനുള്ള ഇതിനെതിരെയായിരുന്നു. അപ്പൊ വനസംരക്ഷണത്തിനായിട്ടാണ് നടന്നതെന്നായിരിക്കും PSC ഓപ്ഷൻ ആയിട്ട് ചോദിക്കുക. പക്ഷെ നേരത്തെ നമ്മുടെ ജംഗിൾ ബച്ചാവോ ആന്തോളൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വനങ്ങളും ലതാദികളെല്ലാം എല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ തേക്ക് നടാനുള്ള ഇനിഷ്യേറ്റീവിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ഇത്. ഇതിന്റെയും ഇൻസ്പിറേഷൻ പ്രേരണ ആരുടെയിൽ നിന്നായിരുന്നു എന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണ ആ വ്യക്തിയുടെ നിന്ന് തന്നെയായിരുന്നു. ഓക്കെ, അപ്പം അതങ്ങനെ ചോദിച്ചിട്ടില്ല, അത് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ പാണ്ഡുരംഗ ഹെഗ്ഡെയ്ക്ക് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഒരു പ്രചോദനം കിട്ടിയത് ഈ സുന്ദർലാൽ ബഹുഗുണയുടെ ഈ ചിക്കോ മൂവ്മെന്റിന്റെ അതിൽ നിന്ന് തന്നെയായിരുന്നു. ഓക്കെ, അപ്പം അപ്പിക്കോ മൂവ്മെന്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ 1983-ലായിരുന്നു. അപ്പിക്കോ എന്ന് പറയുന്ന കന്നഡ വാക്കിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നതാണ്. ഇത് കർണാടക സംസ്ഥാനത്താണ് ഈ മൂവ്മെന്റ് നടന്നത്. മെയിൻ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ പാണ്ഡുരംഗ ഹെഗ്ഡെ ആണ്. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ ജലമാണോ അല്ലെങ്കിൽ എന്താണ് വനസംരക്ഷണമാണോ അല്ലെങ്കിൽ വായുമലിനീകരണത്തിനെതിരെയാണ്, എന്തിനാണെന്ന് ചോദിച്ചാൽ സംഭവം വനസംരക്ഷണമാണ്. പ്രേരണ നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ പ്രേരണ എവിടെ നിന്നാണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണയിൽ നിന്നായിരുന്നു. അത്രയേ ഉള്ളൂ. ഇത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്, വർഷം ചോദിക്കാറുണ്ട്, ആരാണ് ലീഡർ എന്ന് ചോദിക്കാറുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ അല്ലേ സ്ലൈഡ്? ഓക്കെ, അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു മൂവ്മെന്റ് ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇതിനെ അല്ലെങ്കിൽ NDA എന്ന് പറയും. നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പൊ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, ഒരു മുദ്രാവാക്യം പോലെയാണ്. ബച്ചാവോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താ, രക്ഷിക്കുക എന്നല്ലേ. അപ്പം
നർമ്മദയെ രക്ഷിക്കൂ അതിനു വേണ്ടിയുള്ള ആ മുദ്രാവാക്യം മുഴക്കിയ മൂവ്മെന്റ് ആയിരുന്നു എന്ന് നോക്കാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, അതിന്റെ വർഷം ഉടനാണ് 1985 അത് നടന്നത്. ഈ നർമ്മദ റിവർ നിങ്ങൾക്ക് അറിയാല്ലേ, നിങ്ങൾ നർമ്മദ നദി നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചു കാണും. അത് ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് കൂടുതൽ ഒഴുകുന്നത്. കൂടുതലും ഗുജറാത്തിലൂടെയാണ്. അപ്പൊ നർമ്മദ നദിയിൽ പണിയെടുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും എന്താണ് റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡാം നിങ്ങൾക്ക് അറിയാലോ, ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം ഈ സർദാർ സരോവറിന്റെ അതിന്റെ പണി തുടങ്ങാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത സമയത്തും, അത് മാത്രമല്ല സർദാർ സരോവർ ഡാമിന് എഗെയിൻസ്റ്റ് മാത്രമല്ല, നർമ്മദ റിവറിൽ നർമ്മദ നദിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ ഡാമുകൾക്കെതിരെയുമാണ് ഈ സമരം നടന്നത്. ഓക്കെ, അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നർമ്മദ നദിയിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനകത്ത് പഠിച്ചു കാണാം. ഏകദേശം ഒരു മേജർ ഡാംസ് തന്നെ ഒരു 30 എണ്ണം ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു മീഡിയം ഡാംസ് ഒരു 135 എണ്ണോളം ഉണ്ട്. പിന്നെ അല്ലാണ്ട് ചെറിയ മൈനർ ഡാംസുകൾ വേറെ ഉണ്ട്. അപ്പൊ ഈ സർദാർ സരോവർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡാമാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അതിന്റെ എത്രയാണ് 182 മീറ്റർ എങ്ങാണ്ടല്ലേ അതിന്റെ ഹൈറ്റ്. നമുക്കറിയില്ല, സർദാർ സരോവർ ഡാമിന്റെ ഹൈറ്റ് 182 മീറ്റർ സംതിങ് അല്ലേ? അത് ഡാമിന്റെ ഇല്ലല്ലോ, പ്രതിമയുടെ ഓക്കെ, അതാ പ്രതിമയുടേതാണ്. ഓക്കെ, ശരി. പ്രതിമയുടെ അതാണല്ലേ, സോറി. ഓക്കെ, അപ്പൊ ആ സർദാർ സരോവർ അതും ഈ നർമ്മദ അവിടെയല്ലേ, നർമ്മദ നദിയുടെ അടുത്തല്ലേ? അതെ, നർമ്മദയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ സർദാർ സരോവർ ഡാം എന്ന് മാത്രമല്ല, ഈ നർമ്മദ നദിയിലൂടെ പണി കഴിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഡാമുകൾക്കെതിരെയുമായിരുന്നു ഈ ഒരു ഇതെന്ന് പറയുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇതിന്റെ ലീഡർ ഇമ്പോർട്ടന്റ് ആണ് മേധാ പട്കർ, അതുപോലെ ബാബ ആംടെ, പിന്നെ ആ പരിസരത്തുള്ള ആദിവാസികൾ, അവിടെയുള്ള കർഷകർ. മെയിൻ ആയിട്ട് മേധാ പട്കറാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരു എക്സാമിന് മേധാ പട്കർ അല്ലാണ്ട് കൂടെ ഉണ്ടായിരുന്ന വേറെ ഒത്തിരി പേരുണ്ട് കേട്ടോ. കൂടെ മേധാ പട്കറിന്റെ അല്ലാതെ വേറെ ആരുണ്ടായിരുന്നു ചോദിച്ചാൽ ബാബ ആംടെ ആയിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ജസ്റ്റ് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. മേധാ പട്കർ, അതുപോലെ ബാബ ആംടെ, പിന്നെ പരിസരത്തുള്ള ആദിവാസികൾ, പിന്നെ കർഷകര്. ഓക്കെ, മേധാ പട്കർ ആക്ച്വലി മുംബൈക്കാരനാണ്. അത് മുംബൈ ആണ് പ്ലേസ് ഓഫ് ബർത്ത്. അതിവിടെ നോക്കണമെന്നില്ല. അപ്പൊ ജസ്റ്റ് ഇതൊന്നും ആലോചിക്കാൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ 1985 പേരി തന്നെയുണ്ട്. ഏത് റിവറിലായിരുന്നു? നർമ്മദ റിവറിന്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സർദാർ സരോവർ ഡാമും അത് മാത്രമല്ല അല്ലാതെയുള്ള ഡാംസിനും അതിന് നർമ്മദ നദിയിൽ പണി ചെയ്തിട്ടുള്ള അല്ലാതെയുള്ള ഡാംസിനും എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. മെയിൻ ലീഡർ എന്ന് പറഞ്ഞാൽ മേധാ പട്കർ ആണ്. കൂടെ ബാബാന്റെ ആദിവാസികളും കർഷകരും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ആ സ്റ്റാച്യു ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആ സ്റ്റാച്യുവിന്റെ ആ ആർക്കിടെക്ട് അറിയാമോ? രാംസുന്ദർ. എന്നായിരുന്നു അത് ഇനോഗ്രേറ്റ് ചെയ്തത്? ഒക്ടോബർ 31 ആണെന്നാണ് തോന്നുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലത്തെ സാധനങ്ങളെല്ലാം പഠിച്ചോണേ. ഓക്കെ, ഈ സ്ലൈഡ് ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് തെഹ്രി ഡാം കോൺഫ്ലിക്റ്റ് ആണ്. തെഹ്രി ഡാം ഏത് നദിയിലാണ്? ഓക്കെ, ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, തെഹ്രി ഡാമിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ഉയരം കൂടിയ. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, എല്ലാവർക്കും എല്ലാം അറിയാം. ഓക്കെ, അപ്പൊ ഈ തെഹ്രി ഡാമിന്റെ തെഹ്രി സംഘർഷ സമരം എന്നാണ് ഇതിനെ പറയുന്നത്.
തെഹ്രി ഡാം പണികഴിപ്പിക്കുന്നതിനെതിരെയായിട്ട് നടന്ന സമരമാണ്. 1990-കളിലാണ്. കൃത്യമായിട്ടൊരു വർഷമില്ല. 90-കളിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഭാഗീരഥി നദി ആണ് ഇത് പണികഴിപ്പിക്കുന്നത്. തെഹ്രി അണക്കെട്ടാണ്, ഉത്തരാഖണ്ഡിലാണ്. പിന്നെ ഇതിന് സമരം നടത്തിയ, നിരാഹാരം നടത്തിയ സമര നായകൻ ആരാണെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണയാണ്. ഓക്കെ, അപ്പൊ 1990-കളിലായിരുന്നു ഈ തെഹ്രി സംഘർഷ സമരം നയിച്ച, അതിനുവേണ്ടി ഉപവാസം, നിരാഹാരം കിടന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണ. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഒരുപാട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ്. അതായത് ലോബയാൻ മൂവ്മെന്റ്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഒന്ന്, ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ലോബയാൻ പ്രസ്ഥാനമാണ്. ഓക്കെ, ഇതൊരു മൂവ്മെന്റ് ആയിട്ടാണ് തുടങ്ങിയത്, ഇതൊരു പ്രസ്ഥാനമായിട്ട് നിന്നു. അപ്പൊ ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ലോബയാൻ മൂവ്മെന്റ് ആണ്. അത് പിന്നീട് യൂറോപ്പിലേക്കെല്ലാം എക്സ്പാൻഡ് ചെയ്തു. പിന്നെ വൃക്ഷതരുലതാദികളെ സംരക്ഷിക്കാനായിട്ട് ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഇതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും ലോബയാൻ മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ കൃത്യമായിട്ട് ഇതൊരു പല അംഗങ്ങളായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് അങ്ങനെ ആയിട്ടില്ല. ലോബയാൻ മൂവ്മെന്റ് ഇങ്ങനെയാണ് ചോദിച്ചത്. പ്രീവിയസ് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം, അതുപോലെ തന്നെ വൃക്ഷതരുലതാദികളെ സംരക്ഷിക്കാനായി തുടങ്ങിയ പരിസ്ഥിതി പ്രസ്ഥാനം, പിന്നീട് അത് യൂറോപ്പിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ അവിടെയാണ് സജീവമായിട്ടുള്ളത്. പേര് ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ മതി, ലോബയാൻ മൂവ്മെന്റ്. നിങ്ങൾ ചിക്കോ പഠിക്കുന്ന മൂവ്മെന്റ്സ് ഒന്നും, നർമ്മദാ ബച്ചാവോ ആന്തോളൻ, അതെല്ലാം പഠിക്കുന്ന ആ ഒരു അത്ര ഇമ്പോർട്ടൻസ് പഠിക്കണ്ട. അതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓർത്ത് ഒന്ന് വെച്ചിരിക്കാം. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്ലാച്ചിമട സമരം. പ്ലാച്ചിമട സമരം നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. ഏകദേശം 2002 തുടങ്ങി 2004 പ്ലാച്ചിമട സമരം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പം പ്ലാച്ചിമട സമരം എവിടെയായിരുന്നു, ഏത് സ്ഥലത്തായിരുന്നു നടന്നതെന്ന് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലായിരുന്നു. പാലക്കാടുള്ള പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലാണ് പ്ലാച്ചിമട സമരം നടന്നത്. 2002 മുതൽ 2004 വരെയായിരുന്നു. അപ്പം ഇത് ഏകദേശം ഒരു കണ്ടിന്യൂസ് സമരമായിരുന്നു. നിങ്ങൾക്ക് അറിയാം, ആ സമയത്ത് ന്യൂസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. വളരെ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സമരമായിരുന്നു. എന്തിനെതിരെയായിരുന്നു നിങ്ങൾക്ക് അറിയാലോ, അവിടെയുള്ള കൊക്കക്കോള ഫാക്ടറിക്കെതിരെയായിരുന്നു. ഈ 2002 മുതൽ 2004 വരെ നിന്നിരുന്ന ഒരു സമരമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിന്ന ഒരു പരിസ്ഥിതി സമരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ പറയാം. ഓക്കെ, കൊക്കക്കോള ഫാക്ടറിക്കെതിരെയായിരുന്നു, കൊക്കക്കോള വിരുദ്ധ സമരമായിരുന്നു. അപ്പൊ അതിലെ മെയിൻ ഈ കണ്ടന്റ് എന്ന് പറയുന്ന കാഡ്മിയം ആണ്. അപ്പൊ ആ കാഡ്മിയം നിങ്ങൾ പല യൂട്യൂബ് വീഡിയോസിലൊക്കെ കുറെ കണ്ടിട്ടുണ്ടാവുമല്ലേ. കൊക്കക്കോളയൊക്കെ ഉരുക്കി കഴിയുമ്പോൾ ഈ ടാറ് പോലെ ലാസ്റ്റ് കിട്ടുന്ന ഒരു സാധനം. ഓക്കെ, ആ സാധനത്തിനകത്ത് കൂടുതലും കാഡ്മിയം ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പോയിസൺ ആണ്, എന്തായാലും ടോക്സിൻ ആണ്. ഓക്കെ, ഇതിനകത്ത് കൊക്കക്കോള സമര നായിക എന്ന് പറയുന്നത് മൈലമ്മയാണ്. മൈലമ്മ, അത് ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ആത്മകഥയാണ് ഒരു ജീവിതം. മൈലമ്മയുടെ ആത്മകഥയാണ് ഒരു ജീവിതം. ഇപ്പൊ 2002 മുതൽ 2004 വരെ നീണ്ടു നിന്ന ഒരു പരിസ്ഥിതി സമരമാണ് പ്ലാച്ചിമട സമരം. പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലായിരുന്നു, പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, കൊക്കക്കോള വിരുദ്ധ സമരം എന്നാണ് പ്ലാച്ചിമട സമരം അറിയപ്പെടുന്നത്. കൊക്കക്കോളയിലുള്ള ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റ് ഏതാണെന്ന് ചോദിച്ചാൽ കാഡ്മിയം ആണ്. പ്ലാച്ചിമട സമര നായിക അല്ലെങ്കിൽ കൊക്കക്കോള വിരുദ്ധ സമര നായിക ആരാണെന്ന് ചോദിച്ചാൽ മൈലമ്മയാണ്. അവരുടെ ആത്മകഥയാണ് ഒരു ജീവിതം. ഒരു ജീവിതം. ഈ ആത്മകഥകളെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തൊക്കെ എല്ലാം പഠിച്ചോണേ. ഒരു ജീവിതം ഇപ്പൊ മൈലമ്മ നമ്മൾ പറഞ്ഞു, അതുപോലെയുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറെ ആത്മകഥകളില്ലേ, അതെല്ലാം നോട്ട് ചെയ്തോണേ.
ഓക്കെ, പ്ലാച്ചിമട സമരം കിട്ടിയോ? സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയുടെ? വി എസ് അച്യുതാനന്ദൻ. VS ആണ്. അതുപോലെ തന്നെ തിരിച്ചുമില്ലേ, അത് ആരുടേതായിരുന്നേ? ജീവിതം തന്നെ സമരം. അതുപോലെ ജീവിത സമരം അക്കമ്മ ചെറിയാന്റെ ആണോ ജീവിതം തന്നെ സമരം? അറിയില്ല. ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയ. ഓക്കെ, ഓക്കെ. അപ്പൊ അടുത്തതിലോട്ട് പോട്ടെ. ശരി, അടുത്തതും അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് കുഴപ്പിക്കാൻ, നിങ്ങളെ റാങ്ക് വീക്കിംഗ് ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സയൻസിലായിരിക്കും അവർ പിടിക്കുക. അപ്പം ഒന്നും വിടണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പെരിങ്ങോം ആന്റി ന്യൂക്ലിയർ സ്ട്രഗിൾ എന്നാണ്, അതായത് പെരിങ്ങോം ആണവ നിലയ സമരം. അതിന് പ്രത്യേകിച്ചായിട്ടൊരു ലീഡർ ആയിട്ടില്ല, അവിടെയുള്ള പരിസരവാസികളെല്ലാം ചേർന്ന് നടത്തിയ ഒരു സമരമാണ്. ഇപ്പൊ ഈ പെരിങ്ങോം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പെരിങ്ങോം ആണവ നിലയത്തിനെതിരെ, അവിടെ ഒരു ആണവ നിലയം വരുന്നതിനെതിരെ നടത്തിയ സമരമാണ്. കാരണം ആണവ നിലയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ, ഓട്ടോമാറ്റിക്കലി അതിന്റെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസും റേഡിയേഷൻസ് എല്ലാം വളരെ ഹാർംഫുൾ ആണ്. അപ്പം പെരിങ്ങോം ആന്റി ന്യൂക്ലിയർ സ്ട്രഗിൾ എന്നാണ് പറയുന്നത്. 1990-കളിലായിരുന്നു. സമരം വിജയമായിരുന്നു, കാസർഗോഡ് ജില്ലയിലായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും നോക്കുക. എൻഡോസൾഫാൻ വിരുദ്ധ സമരമാണ്. ഓക്കെ, എൻഡോസൾഫാൻ വിരുദ്ധ സമരം. ആദ്യമായിട്ട് എൻഡോസൾഫാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനോ ക്ലോറിൻ അല്ല കേട്ടോ, ഓർഗാനോ ക്ലോറൈഡ് എന്നാക്കണേ. ഓക്കെ, ഓർഗാനോ ക്ലോറൈഡ് ഇൻസെക്ടിസൈഡ് ആണ്, ഒരു കീടനാശിനിയാണ്. ഓർഗാനോ ക്ലോറൈഡ് ആണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓർഗാനോ ക്ലോറൈഡ് അല്ലെങ്കിൽ ഓർഗാനോ ക്ലോറൈഡ് തന്നെയാണ്, ക്ലോറൈഡ് ഫോമിലാണ് ഉള്ളത്. ഇനി അത് മെയിൻ ആയിട്ട് സമരം നടന്നതെന്ന് വെച്ചാൽ 1975 മുതൽ 2000 വരെ നീണ്ടു നിന്നായിരുന്നു. പക്ഷെ ഒരു സമയത്ത് നിങ്ങൾ ഫോട്ടോസിലെല്ലാം കണ്ട്, പത്രത്തിലെല്ലാം കണ്ടു കാണും, ഏകദേശം 2000 അടുപ്പിച്ചാണ് അതൊരു വലിയ സമരമായിട്ട് മാറിയത്. പക്ഷെ അതിന് മുമ്പേ ചെറിയ ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇനി എവിടെയാണ് ഇത് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കാഷ്യൂ തോട്ടങ്ങളിലായിരുന്നു, കശുവണ്ടി തോട്ടങ്ങളിലായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയിലെ കാസർഗോഡ് ജില്ലയിലായിരുന്നു. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള 2 ഗ്രാമങ്ങളാണ് സ്വർഗ, പെട്ര. ഓക്കെ, സ്വർഗ, പെട്ര, അത് ചോദിച്ചിട്ടുണ്ട് PSC. സ്വർഗ, പെട്ര. ഇനി എൻഡോസൾഫാൻ സമര നായിക അല്ലെങ്കിൽ എൻഡോസൾഫാൻ വിരുദ്ധ നായിക ആരാന്ന് ചോദിച്ചാൽ ലീലാകുമാരി അമ്മയാണ്. ലീലാകുമാരി അമ്മയുടെ ആത്മകഥയാണ് ജീവദായിനി. ഓക്കെ, ലീലാകുമാരി അമ്മയുടെ ആത്മകഥയാണ് ജീവദായിനി. ആദ്യമായിട്ട് എൻഡോസൾഫാൻ എന്ന് പറയുന്നത് എന്താണ്? എൻഡോസൾഫാൻ ഒരു ഓർഗാനോ ക്ലോറൈഡ് ഇൻസെക്ടിസൈഡ് ആണ്. കശുവണ്ടി തോട്ടങ്ങളിലെല്ലായിരുന്നു ഇത് സമരം നടന്ന സമയത്ത് പ്രശ്നം ഉണ്ടായത് അവിടെയായിരുന്നു. 1975 മുതൽ 2000 വരെ നീണ്ടു നിന്നിരുന്ന, കണ്ടിന്യൂസ് അല്ല പക്ഷെ നീണ്ടു നിന്നിരുന്ന സമരമായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള, കാസർഗോഡ് ജില്ലയിലായിരുന്നു. അവിടെയുള്ള ഏത് ഗ്രാമങ്ങളെയായിരുന്നു അഫക്റ്റഡ് ആയിരുന്നു ചോദിച്ചാൽ സ്വർഗ, പെട്ര. അതുപോലെ തന്നെ ഈ എൻഡോസൾഫാൻ വിരുദ്ധ സമര നായിക അല്ലെങ്കിൽ എൻഡോസൾഫാൻ വിരുദ്ധ സമര നായിക ആരാണെന്ന് ചോദിച്ചാൽ ലീലാകുമാരി അമ്മയാണ്. അവരുടെ ആത്മകഥയാണ് ജീവദായി. കേരളത്തിലുള്ള ഒട്ടുമിക്ക പ്രകൃതി വിരുദ്ധ പരിസ്ഥിതി സമരങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാൻ അറിയായിരിക്കില്ലേ? അങ്ങ് കാസർഗോഡ്, അങ്ങ് വടക്കോട്ടാണല്ലേ കൂടുതലും. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മൾ 2 വുമൺ ലീഡേഴ്സിനെ പറഞ്ഞില്ലേ? ഒന്ന് മൈലമ്മ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? പ്ലാച്ചിമട സമരം. അതുപോലെ എൻഡോസൾഫാൻ വിരുദ്ധ സമരമായിട്ട് ബന്ധപ്പെട്ട ആളാരാണ്? ലീലാകുമാരി അമ്മ. കാർത്യായനി അമ്മ ഏത് സമരമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നല്ലേ? കാർത്യായനി അമ്മ നിങ്ങൾ റിനൈസൻസി പഠിച്ചില്ലേ?
ഓക്കെ ഓക്കെ. ഈ എൻഡോസൾഫാന്റെ യൂസേജിൽ ഫസ്റ്റ് നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ, സെക്കൻഡ് ആയിരുന്നു ബ്രസീൽ. അപ്പൊ അതും ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ആയിരുന്നു ചോദിച്ചത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു. സെക്കൻഡ് യൂസേജ് ബ്രസീലിനായിരുന്നു. പിന്നെ ഈ എൻഡോസൾഫാന്റെ ഈ പ്രത്യാഘാതങ്ങൾ, ഈ സൈഡ് എഫക്ട്സും എല്ലാം കൊണ്ടുവന്ന് ഈ ഹൈഡ്രോസഫാലസ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള കുട്ടികളിലെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുവന്ന ആ ഫോട്ടോഗ്രാഫർ ആരാണെന്ന് ചോദിച്ചാൽ മാതൃഭൂമിയിൽ നിങ്ങൾ കണ്ടു കാണാം ഫോട്ടോസ് എല്ലാം വന്നത്. ആ ഫോട്ടോഗ്രാഫർ തമ്മിൽ ചോദിച്ചിട്ടുണ്ട്. അത് മധുരാജ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം. അതാണ് എൻമകജെ. എൻമകജെ എന്ന് പറയുന്ന കാസർഗോഡുള്ള ഒരു സ്ഥലമാണ്. അത് ആ പുസ്തകം രചിച്ച ആളാണ് അംബികാസുധൻ മാങ്ങാട്. അതിലുള്ള കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും ദേവയാനി. എൻഡോസൾഫാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന രാജ്യം ഇന്ത്യയാണ്, സെക്കൻഡ് ബ്രസീലാണ്. ഇതിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന ഫോട്ടോഗ്രാഫർ ആരാന്ന് ചോദിച്ചാൽ മധുരാജ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറാണ്. എൻഡോസൾഫാൻ ദുരിത ബാധിതരെ കുറിച്ചും ദുരിത പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എൻമകജെ. ഇതിന്റെ രചയിതാവ് അംബികാസുധൻ മാങ്ങാട്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ നീലകണ്ഠനും ദേവയാനി. ഓക്കെ, ഇനി അടുത്തത് ഇതിനെതിരായിട്ടുള്ള ഓരോ ആസൂത്രിത പദ്ധതികളാണ്. അതായത് ഒന്ന് എൻഡോസൾഫാൻ നിർവീര്യമാക്കാനായിട്ട്, അതായത് അതിന്റെ പൊട്ടൻസി കണ്ടന്റ് നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. ഓക്കെ, ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. അതുപോലെ തന്നെ എൻഡോസൾഫാൻ ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ സ്കീം, അതുപോലെ അവർക്കുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. കേരള സർക്കാരിന്റെയാണ് സ്നേഹസാന്ത്വനം. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ, അതായത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻഡോസൾഫാൻ എല്ലാം നിർവീര്യമാക്കാനുള്ളതാണ്. ആക്ച്വലി എൻഡോസൾഫാൻ നിരോധിച്ചെങ്കിലും പല സാധനങ്ങളും പേര് മാറ്റിയത് വന്നായിരുന്നു. ഇപ്പൊ ബെൻസോപ്പീൻ, അതുപോലെ തന്നെ പാരിസൾഫാൻ, തിയോഡിൻ, തിയോണെക്സ് ഒക്കെ പറഞ്ഞിട്ട് പേര് മാറ്റി പല രൂപത്തിൽ വന്നായിരുന്നു. അപ്പം ഇതെല്ലാം ഈ കണ്ടന്റ്, എൻഡോസൾഫാൻ കണ്ടന്റ് ഉള്ള എല്ലാം, അതായത് ഈ ഓർഗാനോക്ലോറൈഡ് കണ്ടന്റ് ഉള്ള എല്ലാം നിർവീര്യമാക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. അതുപോലെ എൻഡോസൾഫാൻ ബാധിതർക്കായിട്ടുള്ള പുനരധിവാസ പദ്ധതിയായിരുന്നു സ്നേഹസാന്ത്വനം. ഓക്കെ, അടുത്തത് കേരള ഹൈക്കോടതി ശരിക്കും എൻഡോസൾഫാൻ 2002 നിരോധിച്ചായിരുന്നു. പിന്നെ സർക്കാർ അത് ഔദ്യോഗികമായിട്ട് നിരോധിച്ചത് 2005-2006 കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് പിന്നീട് രണ്ടാമത് നിരോധിച്ച സ്റ്റേറ്റ് ആണ് കർണാടക. കാരണം കാസർഗോഡിന് അടുത്തുള്ള സ്റ്റേറ്റ് ആണ് കർണാടക, നിങ്ങൾക്ക് അറിയാലേ. കേരളത്തിൽ നിരോധിച്ചത് 2005-2006 ആ സമയത്താണ്. സെക്കൻഡ് സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യയിൽ സെക്കൻഡ് സ്റ്റേറ്റ് നിരോധിച്ചത് കർണാടകയാണ്. പിന്നെ ലോകത്ത് ആദ്യമായിട്ട് എൻഡോസൾഫാൻ നിരോധിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ്. ലോകത്ത് ആദ്യം നിരോധിച്ചത് ഫിലിപ്പൈൻസ്. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗും അതുപോലെ സ്നേഹസാന്ത്വനം ഇമ്പോർട്ടന്റ് ആണ്. അത് ഒന്നുകൂടി പറയോ, സ്നേഹസാന്ത്വനം ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്? ഓക്കെ, ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ, അതായത് ഇപ്പം ഒത്തിരി പ്രോഡക്ട്സ് ഇപ്പൊ എൻഡോസൾഫാൻ ഇപ്പൊ നമ്മള് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ കൃഷി ചെയ്യുന്ന എല്ലാവരും ഇപ്പം ബൾക്കായിട്ട് ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന എല്ലാവരും എന്താണ് നമ്മളെ പോലെ ജൈവ കൃഷി അതൊന്നും ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ കീടങ്ങളും പുഴുക്കളും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കീടനാശിനികൾ ഉപയോഗിക്കും. അപ്പം നല്ല തരത്തിലുള്ള കീടനാശിനികളുണ്ട്, ഇതുപോലെ ഓർഗാനോക്ലോറൈഡ് കണ്ടന്റും അതുപോലെ സൾഫേറ്റ് കണ്ടന്റ് എല്ലാം കൂടിയതുണ്ട്. അല്ലാതെ ഇപ്പം നൈട്രജൻ കണ്ടന്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലാത്തതാണ്. എന്ന് വെച്ചാൽ ഇതുപോലെ എൻഡോസൾഫാൻ അതുപോലത്തെ ഉള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതുണ്ട്, സാധാരണ പുഴുക്കളും കീടങ്ങളും ഒന്നും വരാത്ത രീതിയിൽ. അപ്പൊ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് അതിലുള്ള കണ്ടന്റ്, ഓർഗാനോക്ലോറൈഡ് കണ്ടന്റ് സെയിം ആയിട്ടുള്ള പലതരത്തിലുള്ള കുറെ സാധനങ്ങൾ ഇറക്കി. ഇപ്പൊ തിയോണെക്സ്, തിയോഡൈൻ, അതുപോലെ ബെൻസോപ്പീൻ, ഫേസർ, അതുപോലെയുള്ള കുറെ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം ഈ സംഭവങ്ങളെല്ലാം ആയതുകൊണ്ട് അപ്പം എൻഡോസൾഫാൻ ഡയറക്ട്ലി എന്ത് പറ്റി, പേര് എൻഡോസൾഫാൻ എന്നുള്ള സാധനങ്ങൾ നിരോധിച്ചു, പക്ഷെ നിർവീര്യം ആക്കി. പക്ഷെ അതിന്റെ പേരിലുള്ള ബാക്കിയുള്ള സാധനങ്ങൾ ഒരുപാട് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻഡോസൾഫാൻ കണ്ടന്റ് ഉള്ള, ഈ ഓർഗാനോക്ലോറൈഡ് കണ്ടന്റ് ഉള്ള സാധനങ്ങളെല്ലാം നിർവീര്യമാക്കാനായിട്ട് ഒരു പദ്ധതി ആരംഭിച്ചു. ഓക്കെ, ഈ എൻഡോസൾഫാൻ ഇങ്ങനെയാണ് ചോദിക്കുക, എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും മതി. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പ്രോഡക്റ്റ് ആയിട്ടൊരു ബന്ധവുമില്ല. എൻഡോസൾഫാൻ ഓൾറെഡി ബാധിച്ചവരുണ്ടല്ലോ,
അതായത് നിങ്ങൾ ആ ഫോട്ടോസ് എല്ലാം സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻഡോസൾഫാൻ വിക്ടിംസ് എന്ന് പറഞ്ഞ വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഒരുപാട് കുട്ടികൾ, അതുപോലെ എന്താണ് ഗർഭിണികൾ, അങ്ങനെയൊക്കെ വന്നവര് ഒട്ടുമിക്ക പേർക്കും അവരുടെ കണ്ടാൽ തന്നെ നമുക്കറിയാം. ഒരുപാട് ഇപ്പം ഒന്നില്ലെങ്കിൽ തല വലുതായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഓട്ടിസം പോലെ ബാധിച്ചവര്, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ ഫിസിക്കലി സൈക്കോളജിക്കലി ഇല്ലായിട്ടുള്ള കുട്ടികൾ, അങ്ങനെയാണ് കൂടുതലും ഉള്ളത്. അപ്പൊ അതുപോലുള്ളവർക്ക് വേണ്ടിയിട്ട് എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടിയിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ്. ഓക്കെ, അതായത് അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ സ്കീമാണ്. കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ്. ഒന്ന് എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്, അതുപോലെ എൻഡോസൾഫാൻ ബാധിച്ചവർക്ക്, ദുരിത ബാധിതർക്ക് ആയിട്ടുള്ള പുനരധിവാസ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഓക്കെ, ഈ സ്ലൈഡ് ഓക്കെ ആണോ? ഇനി അപ്പൊ എൻഡോസൾഫാൻ വിരുദ്ധ സമരം ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, അതിന്റെ കണ്ടന്റ് നിങ്ങൾ നോക്കുക. ഓർഗാനോ ക്ലോറൈഡ് ഇൻസെക്ടിസൈഡ് ആണ്. അതുപോലെ തന്നെ അത് 1975 മുതൽ 2000 വരെ ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് അല്ല. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കശുവണ്ടി തോട്ടങ്ങളിലായിരുന്നു കൂടുതലും. കാസർഗോഡ് ആയിരുന്നു. ഏതൊക്കെ ഗ്രാമങ്ങളായിരുന്നു ചോദിച്ചാൽ സ്വർഗ, പെട്ര. ആ ഗ്രാമങ്ങളുടെ പേര് പഠിച്ചോണേ, സ്വർഗ അതുപോലെ പെട്ര. അതിന്റെ എൻഡോസൾഫാൻ വിരുദ്ധ സമര നായിക ആരാണെന്ന് ചോദിച്ചാൽ ലീലാകുമാരി അമ്മയാണ്. അവരുടെ ആത്മകഥയാണ് ജീവദായിനി. ഓക്കെ, ജീവദായിനി. അതുപോലെ ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ യൂസ് ചെയ്തിരുന്ന കൺട്രിയാണ് ഇന്ത്യ. സെക്കൻഡ് ബ്രസീൽ ആയിരുന്നു. എൻഡോസൾഫാൻ ദുരിതം ബാധിച്ചവരുടെ ഫോട്ടോസ് പുറത്തു കൊണ്ടുവന്ന ആളാണ് മധുരാജ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ. എൻഡോസൾഫാൻ ദുരിതങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എൻ മഗജെ. എൻ മഗജെ എന്ന് പറയുന്ന കാസർഗോഡുള്ള ഒരു സ്ഥലം കൂടിയാണ്. അംബികാസുധൻ മങ്ങാടാണ് ഇതിന്റെ രചയിതാവ്. ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നീലകണ്ഠനും ദേവയാനിയാണ്. ഓക്കെ, ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതിയാണ്. അതുപോലെ സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായിട്ടുള്ള പുനരധിവാസ പദ്ധതിയാണ്. കേരളത്തിൽ നിരോധിച്ചത് 2005-2006 കാലഘട്ടത്തിലാണ്. സെക്കൻഡ് സ്റ്റേറ്റ് കർണാടകയാണ്. ആദ്യമായിട്ട് നിരോധിച്ച കൺട്രി ഏതെന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, ഇനി ഇതില് ഞാൻ വിട്ടുപോയ 2 പോയിന്റ്സും കൂടി നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോണേ. അതായത് എൻഡോസൾഫാൻ ഈ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയമിച്ചായിരുന്നു. അതാണ് CD മായി കമ്മീഷൻ. ഓക്കെ, നോട്ട് ചെയ്തോ, CD മായി കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരിതങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് CD മായി കമ്മീഷൻ. CD മായി കമ്മീഷൻ. അതുപോലെ എൻഡോസൾഫാൻ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് C അച്യുതൻ കമ്മീഷൻ. C അച്യുതൻ കമ്മീഷൻ. C അച്യുതൻ കമ്മീഷൻ. അപ്പൊ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ CD മായി കമ്മീഷൻ. കേരള സർക്കാരിന്റെ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ C അച്യുതൻ കമ്മീഷൻ. C അച്യുതൻ കമ്മീഷൻ. ഓക്കെ ആണോ? ഓക്കെ. ശരി, അപ്പൊ അടുത്ത സമരത്തിലോട്ട് നമുക്ക് പോവാം. അതാണ് മായൂർ റയോൺ സമരം, അല്ലെങ്കിൽ മാവൂർ സമരം എന്ന് പറയും. ഓക്കെ, ഇത് 1970 നടന്നത്. കോഴിക്കോടുള്ള ചാലിയർ നദി മലിനീകരണത്തിനെതിരെ നടന്ന ഒരു സമരമാണ് മാവൂർ സമരം എന്ന് പറയുന്നത്. അതിന്റെ അടുത്തൊരു ഫാക്ടറി വന്നു, മാവൂർ റയോൺസ് ഫാക്ടറി എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, ഫാക്ടറിയിലുള്ള മാലിന്യങ്ങളൊക്കെ ഇങ്ങോട്ട് തള്ളും, ഈ ചാലിയർ നദിയിലേക്ക് തള്ളും. അപ്പം കോഴിക്കോട്ടുകാര് എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രക്ഷോഭം നടത്തി. അതിന്റെ ലീഡറായിട്ട് നിന്ന ആളായിരുന്നു KA റഹ്മാൻ. ഓക്കെ, KA റഹ്മാൻ. അപ്പം ഇത് ഇത്രയാണ് പഠിക്കാനുള്ള. 1970 ചാലിയാർ നദിയിലായിരുന്നു. കോഴിക്കോടാണ് ജില്ല. ഏതായിരുന്നു? മാവൂർ റയോൺസ് ഫാക്ടറിക്കെതിരെയായിരുന്നു. ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ KA റഹ്മാൻ. KA റഹ്മാൻ.
1970-കളിൽ നിന്നാണ് കൂടുതലും പറയുന്നത്. 70 എന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള മൂവ്മെന്റ്സ് ഒന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞു ബിഷ്ണോയ് മൂവ്മെന്റ് അല്ലേ, അത് 1700-കളിലായിരുന്നു. കൃത്യമായിട്ട് വേണമെങ്കിൽ 1730 എന്ന് പറയാം. രാജസ്ഥാനിലായിരുന്നു. അമൃത ദേവി ബിഷ്ണോയാണ്. ഗുരു മഹാരാജ് സോംബാജിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സന്യാസി. ചിപ്കോ മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. 1973-ലായിരുന്നു. ചമോലി ജില്ലയിലായിരുന്നു, ഉത്തർപ്രദേശിലായിരുന്നു. ഇപ്പൊ ചമോലി ജില്ല ഉത്തരാഖണ്ഡിലാണ്. ചേർന്ന് നിൽക്കുക എന്നാണ് ചിപ്കോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. സുന്ദർലാൽ ബഹുഗുണയാണ് ഇതിന്റെ ലീഡർ. വുമൺ ലീഡർ ആരാന്ന് വെച്ചാൽ ഗൗരാദേവി. ഓക്കെ, ഹിമാലയൻ താഴ്വരയിലേക്കുള്ള വന സംരക്ഷണമായിരുന്നു മെയിൻ ലക്ഷ്യം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ചിപ്കോ മൂവ്മെന്റ്. ആവാസ വ്യവസ്ഥയാണ് സ്ഥിരം സമ്പത്ത് എന്നാണ് അതിന്റെ സ്ലോഗൻ. റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ് സമാധാന നോബൽ എന്നറിയപ്പെടുന്ന 1980 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ചിപ്കോ പ്രസ്ഥാനത്തിന് കിട്ടിയത് 1987-ലാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കിട്ടിയത് 1996-ലാണ്. അടുത്തത് സൈലന്റ് വാലി സംരക്ഷണ സമിതിയാണ്, 1973-ലാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. കുന്തിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്കെതിരെയായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സുഗതകുമാരിയും ചേർന്നാണ് ഏകദേശം പ്രശ്നങ്ങൾ കണ്ടക്ട് ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ പദ്ധതി നിർത്തിയത്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനാണ് MGK മേനോൻ. അടുത്ത ജംഗൽ ബചാവോ ആന്തോളൻ 1980 കാലഘട്ടത്തിലായിരുന്നു. സിംഭം ജില്ലയിലാണ്, ബീഹാറിലെ. ഇപ്പൊ അത് സിംഭം ജില്ല ജാർഖണ്ഡിലാണ്. ആദിവാസികളാണ് നടത്തിയത്. വനം വെട്ടി നശിപ്പിച്ച് തേക്കുമരം നടന്നതിനെതിരായിട്ടാണ്. ജാർഖണ്ഡിലേക്ക് ഒറീസയിലെല്ലാം സ്പ്രെഡ് ചെയ്തു. അപ്പിക്കോ മൂവ്മെന്റ് 1983 വളരെ വളരെ ഇമ്പോർട്ടന്റ്. ആലിംഗനം ചെയ്യുക എന്നാണ് അപ്പിക്കോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. കർണാടകയിലാണ്. പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് ലീഡർ. ഓക്കെ, വനസംരക്ഷണമാണ് പ്രേരണ നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. നർമ്മദ ബചാവോ ആന്തോളൻ അഗൈൻ വളരെ വളരെ ഇമ്പോർട്ടന്റ്. 1985 കാലഘട്ടത്തിലായിരുന്നു. നർമ്മദ നദിയിൽ ഉള്ള ഡാംസിനെല്ലാം പണികഴിപ്പിക്കുന്നതിനെതിരെയായിരുന്നു. മെയിനായിട്ട് സർദാർ സരോവർ ഡാം. മെയിൻ ലീഡർ മേധാ പട്കർ, ബാബ ആംടെ. ആദിവാസികളും കർഷകരെല്ലാം ചേർന്നായിരുന്നു. അടുത്ത തെഹരി സംഘർഷ സമരം 1990-കളിലായിരുന്നു. ഭാഗീരഥി നദിയിൽ ഉത്തരാഖണ്ഡിലായിരുന്നു. അതിന് നയിച്ചത് സുന്ദർലാൽ ബഹുഗുണ. ഫാസ്റ്റിംഗ് ആയിരുന്നു അദ്ദേഹം നടത്തിയത്. ലോബിയാൻ മൂവ്മെന്റ് ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം വൃക്ഷതരിലതാദികളെ സംരക്ഷിക്കാനായിട്ട് പിന്നീട് യൂറോപ്പിലേക്ക് സ്പ്രെഡ് ചെയ്തു. രാജ്യമട സമരം വളരെ വളരെ ഇമ്പോർട്ടന്റ്. 2002-2004 കാലഘട്ടത്തിലായിരുന്നു. പാലക്കാട്ടെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിൽ കൊക്കക്കോള വിരുദ്ധ സമരം. കൊക്കക്കോളയിൽ അടങ്ങിയ ടോക്സിൻ കണ്ടന്റ് കാഡ്മിയം ആണ്. സമരനായിക മൈലമ്മ, അവരുടെ ആത്മകഥ ഒരു ജീവിതം. അടുത്ത പെരിങ്ങോ മാണവനിലയ സമരം 1990-കളിൽ കാസർഗോഡ് ജില്ലയിലായിരുന്നു. എൻഡോസൾഫാൻ വിരുദ്ധ സമരം. ഓർഗാനോ ക്ലോറൈഡ് ആണ് അതിന്റെ കണ്ടന്റ്, ഇൻസെക്ടിസൈഡ് ആണ്. 1975 മുതൽ 2000 കാലഘട്ടം വരെ നീണ്ടുനിന്നായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള കശുവണ്ടി തോട്ടങ്ങളിലായിരുന്നു ഇത് കൂടുതൽ കളിച്ചിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ സ്വർഗ പെട്ര ഗ്രാമങ്ങളിലാണ് ഇത് എഫക്ട് ചെയ്തത്. സമരനായിക ലീലാകുമാരി അമ്മ, അവരുടെ ആത്മകഥ ജീവദായിനി. ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ യൂസ് ചെയ്തിരുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. സെക്കൻഡ് ബ്രസീലാണ്. എൻഡോസൾഫാൻ ദുരിതങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഫോട്ടോഗ്രാഫറാണ് മധുരാജ്. എൻഡോസൾഫാൻ ദുരിതങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്കാണ് എൻ മകജെ. അതിന്റെ രചയിതാവ് അംബികാസുധൻ മാങ്ങാട്. അതിന്റെ ക്യാരക്ടേഴ്സ് നീലകണ്ഠനും ദേവയാനി. എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഓക്കെ, കേരള സർക്കാർ എൻഡോസൾഫാൻ നിരോധിച്ചത് 2005-2006 കാലഘട്ടത്തിലാണ്. സെക്കൻഡ് സ്റ്റേറ്റ് കർണാടകയാണ്. ആദ്യമായിട്ട് നിരോധിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. എൻഡോസൾഫാൻ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വന്ന കേന്ദ്ര സർക്കാർ കമ്മീഷനാണ് CD മായി കമ്മീഷൻ. കേരള സർക്കാരിന്റെ കമ്മീഷനാണ് C അച്യുതൻ കമ്മീഷൻ. കേരള ഗവൺമെന്റിന്റെ C അച്യുതൻ കമ്മീഷൻ. അടുത്ത മാവൂർ റൈൻസ് ഫാക്ടറിക്കെതിരായിട്ടുള്ള സമരം 1970-ൽ ചാലിയാർ നദിയിൽ കോഴിക്കോടിലായിരുന്നു. KR റഹ്മാൻ ആയിരുന്നു ലീഡർ. ഓക്കെ, അപ്പം പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? മൂവ്മെന്റ്സ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡേയ്സ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഡേയ്സ് കുറെ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നോക്കി അങ്ങ് പോവാം. ആദ്യം ലോക തണ്ണീർത്തട ദിനം. തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, വെറ്റ്ലാൻഡ്സ് ആണ്. ഓക്കെ, ലോക തണ്ണീർത്തട ദിനം February 2. ലോക പരിസ്ഥിതി ദിനം നിങ്ങൾക്ക് അറിയാം June 5. വനദിനം March 21. ജലദിനം March 22. കാലാവസ്ഥ ദിനം March 23. അതുപോലെ ഭൗമദിനം April 22. വേഗം നോട്ട് ചെയ്തു.
ഈ മാർച്ച് 21 മുതൽ 24 വരെയുള്ള ദിനങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് കോഡ് അറിയാമോ? വളരെ ഫേമസ് ആയിട്ടുള്ള PSC-കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോഡുണ്ട്. ഓക്കെ, മാർച്ച് 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ലോക ക്ഷയദിനമാണ്. ക്ഷയദിനം എങ്ങനെ ഓർക്കാം? വനജയുടെ കാലിൽ ക്ഷയം. മാർച്ച് 21 മുതൽ 24 വരെ കിട്ടും. വനജയുടെ കാലിൽ ക്ഷയം. 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയദിനം. അപ്പൊ വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം. വനജ എന്ന് പറയുമ്പോ മാർച്ച് 21 വന എന്ന് പറയുമ്പോ വനദിനം കിട്ടും. വനജ ജ പറയുന്നത് ജലദിനം. കാലിൽ എന്ന് പറയുമ്പോ കാലാവസ്ഥാ ദിനം മാർച്ച് 23. ക്ഷയം മാർച്ച് 24. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കോഡാണ് വനജയുടെ കാലിൽ ക്ഷയം. ഓക്കെ, അപ്പൊ ലോക തണ്ണീർത്തടവ് ദിനം എന്നാണ്? ഫെബ്രുവരി 2. പരിസ്ഥിതി ദിനം ജൂൺ 5. വനദിനം മാർച്ച് 21. ജലദിനം മാർച്ച് 22. കാലാവസ്ഥ ദിനം മാർച്ച് 23. ഭൗമദിനം ഏപ്രിൽ 22. സ്ലൈഡ് ഓക്കെ ആണോ? ശരി. ഓക്കെ, അടുത്ത ദിനം ജൈവ വൈവിധ്യ ദിനം, അതായത് ബയോഡൈവേഴ്സിറ്റി ഡേ. വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ ആണ് മെയ് 22. ലോക ജൈവ വൈവിധ്യ ദിനം. അടുത്ത ലോക സമുദ്ര ദിനം ജൂൺ 8. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ബാംബു മുള ദിനം സെപ്റ്റംബർ 18. അതുപോലെ നേച്ചർ കൺസർവേഷൻ ഡേ, അതായത് പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ഇത് തെറ്റിക്കാൻ നിങ്ങൾ ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ പരിസ്ഥിതി എഴുതൂലേ പെട്ടെന്ന്. പക്ഷെ പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ഉറപ്പായിട്ട് 1-2 ഡേയ്സ് ചോദിക്കുക. ഏതെങ്കിലും ദിനങ്ങൾ ചോദിക്കും. ചിലപ്പോൾ പരിസ്ഥിതിയായിട്ടായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബന്ധപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് എല്ലാ മാസത്തിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോണേ. നിങ്ങൾക്ക് GK-യിലാണെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങളോട് ചോദിക്കാറുള്ളതല്ലേ, ഇപ്പം നീതി ആയോഗിന്റെ ഡേറ്റ്, അതുപോലെ GST-യുടേത്, നോട്ട് നിരോധനം, ഒരു ഇന്ത്യൻ രൂപയുടെ ചിഹ്നം, അതുപോലെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട ഓരോ സാധനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡേയ്സ് പഠിച്ചു വയ്ക്കുക അതിന്റെ കൂടെ. സ്ലൈഡ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒന്നുകൂടി നോക്കാം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. പരിസ്ഥിതി ദിനം ജൂൺ 5. വനദിനം മാർച്ച് 21. ജലദിനം മാർച്ച് 22. കാലാവസ്ഥ ദിനം മാർച്ച് 23. ഭൗമദിനം ഏപ്രിൽ 22. ഇവിടെ നമ്മൾ പറഞ്ഞത് വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറഞ്ഞ് കോഡ് പറഞ്ഞു. മാർച്ച് 24 എന്ന് പറയുമ്പോൾ ക്ഷയദിനമായിട്ടും പറഞ്ഞു. അടുത്തത് ജൈവ വൈവിധ്യ ദിനം മെയ് 22. സമുദ്ര ദിനം ജൂൺ 8. ഓസോൺ ദിനം സെപ്റ്റംബർ 16. മുള ദിനം സെപ്റ്റംബർ 18. പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. അടുത്തത് ഈ ദിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തീംസ് ആണ്. ഇതും നോട്ട് ചെയ്ത് വെച്ചേക്കാം. 2019-20 ഈ 2 വർഷങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. 2 വർഷങ്ങൾ പുറകോട്ട് നോക്കിയാൽ മതിയായിരിക്കും. അതിന്റെ പുറകോട്ട് നോക്കണ്ട. അപ്പം ചോദിക്കുമെങ്കിൽ ഇതിനകത്തെ ചോദിക്കുള്ളൂ എന്നാണ് വെക്കുന്നത്. 2018 വേണമെങ്കിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞ് റിവിഷൻ ഒക്കെ കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ നോക്കാം. എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ആദ്യം ലോക തണ്ണീർത്തട ദിനം നമ്മൾ പറഞ്ഞില്ലേ ഫെബ്രുവരി 2 തീയതിയാണ്. അപ്പൊ അതിന്റെ 2019 തീം എന്ന് പറഞ്ഞ വെറ്റ്ലാൻഡ്സ് ആൻഡ് ക്ലൈമറ്റ് എന്നായിരുന്നു. 2020 വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അതുപോലെ പരിസ്ഥിതിയുടെ തീം 2019 ബീറ്റ് എയർ പൊല്യൂഷൻ. 2020 സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി.
ഓക്കെ, അടുത്ത സ്ലൈഡിലോട്ട് പോട്ടെ. ശരി, 2019 ഓസോൺ ദിനത്തിന്റെ തീമായിരുന്നു 32 ഇയേഴ്സ് ആൻഡ് ഹീലിംഗ്. ഓക്കെ, 32 ഇയേഴ്സ് ആൻഡ് ഹീലിംഗ്. അതുപോലെ ലോക വനദിനത്തിന്റെ 2019 തീം ഫോറസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ, 2020 ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. 2019 ഫോറസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ, 2020 ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ശരി, അടുത്ത സ്ലൈഡിലോട്ട് പോവാണേ. ലോക ഭൗമദിനം 2019 പ്രൊട്ടക്ട് അവർ സ്പീഷീസ്, 2020 ക്ലൈമറ്റ് ആക്ഷൻ. 2019 പ്രൊട്ടക്ട് അവർ സ്പീഷീസ്, 2020 ക്ലൈമറ്റ് ആക്ഷൻ. അടുത്ത ലോക ജലദിനം 2019 ലീവിംഗ് നോ വൺ ബിഹൈൻഡ്. ഓക്കെ, ഇത് നോ വൺ എന്നാണ്, ലീവിംഗ് നോ വൺ ബിഹൈൻഡ് എന്നാണ്. 2020 വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 2020 വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അടുത്തത് കാലാവസ്ഥാ ദിനത്തിന്റെയാണ്. 2019 സൺ, എർത്ത് ആൻഡ് വാട്ടർ, 2020 ക്ലൈമറ്റ് ആൻഡ് വാട്ടർ. 2019 സൺ, എർത്ത് ആൻഡ് വാട്ടർ, 2020 ക്ലൈമറ്റ് ആൻഡ് വാട്ടർ. ഓക്കെ ഓക്കെ, അപ്പം തീംസ് ഒന്നുകൂടി നോക്കാം. തണ്ണീർത്തട ദിനം എന്തായിരുന്നു? 2019 വെറ്റ്ലാൻഡ്സ് ആൻഡ് ക്ലൈമറ്റ്, 2020 വെറ്റ്ലാൻഡ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. പരിസ്ഥിതി ദിനത്തിന് 2019 ബീറ്റ് എയർ പൊല്യൂഷൻ, 2020 സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. ഓസോൺ 2019 32 ഇയേഴ്സ് ആൻഡ് ഹീലിംഗ്. വനദിനത്തിന്റെ 2019 ഫോറസ്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ, വനവും വിദ്യാഭ്യാസവും. 2020 വനവും ജൈവ വൈവിധ്യവും. ഭൗമദിനം 2019 പ്രൊട്ടക്ട് അവർ സ്പീഷീസ്, 2020 ക്ലൈമറ്റ് ആക്ഷൻ. ജലദിനം ലീവിംഗ് നോ വൺ ബിഹൈൻഡ്, 2019. 2020 വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥ ദിനം 2019 സൺ, എർത്ത് ആൻഡ് വാട്ടർ, 2020 ക്ലൈമറ്റ് ആൻഡ് വാട്ടർ. ഓക്കെ, ഈ തീംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇതൊന്ന് കണ്ടുപരിചയമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ കിട്ടും ചോദിച്ചാൽ. ഓക്കെ, അടുത്ത പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്. ആദ്യത്തേത് പരിസ്ഥിതി സംരക്ഷണ നിയമം, അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1986 ഓക്കെ, അപ്പൊ പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം പരിസ്ഥിതി സംരക്ഷണ നിയമം ലോകത്തിൽ നിലവിൽ വന്ന വർഷം 1986. ഓക്കെ, അടുത്തത് ജൈവ വൈവിധ്യ നിയമം, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട്. ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് 2002 അടുത്തത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, വന സംരക്ഷണ നിയമം 1980. അടുത്തത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, അതായത് ഇന്ത്യൻ വന നിയമം, സംരക്ഷണമാണ് ഇന്ത്യൻ വന നിയമം 1927. അതിന്റെ ഭേദഗതി എന്നത് 1984. ഓക്കെ, ഇന്ത്യൻ വന നിയമം 1927, അതിന്റെ ഭേദഗതി 1984. അതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, വന്യജീവി സംരക്ഷണ നിയമം 1972, അതിന്റെ ഭേദഗതി 1992. ഓക്കെ, വന്യജീവി സംരക്ഷണ നിയമം 1972, അതിന്റെ ഭേദഗതി 1991. ഈ ഭേദഗതി നിങ്ങൾ പഠിക്കണം നിർബന്ധമില്ല, മെയിൻ വർഷങ്ങൾ പഠിച്ചാൽ മതി. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, ജൈവ വൈവിധ്യ നിയമം 2002, വന സംരക്ഷണ നിയമം 1980, ഇന്ത്യൻ വന നിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 1972. ഏതാണ് സീമ വേണ്ടത്? ഫസ്റ്റ് സ്ലൈഡ്. കാലാവസ്ഥ.
ഓക്കെ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ. ഓക്കെ. ഓക്കെ ആണോ? ഈ സ്ലൈഡ് എഴുതിയെടുത്തോ എല്ലാവരും നിയമങ്ങൾ? കാലാവസ്ഥയുടെ 2019 തീം സൺ, എർത്ത് ആൻഡ് വാട്ടർ, 2020 തീം ക്ലൈമറ്റ് ആൻഡ് വാട്ടർ. മാം പരിസ്ഥിതി ഒന്ന് കാണിക്കുമോ? ഇതാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഡൗട്ട് ക്ലിയർ ആയോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ അടുത്ത നിയമമാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. അതായത് ജലമലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം. അത് 1974 വന്നത്. അതുപോലെ തന്നെ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്, അതായത് വായു മലിനീകരണ നിയന്ത്രണ നിയമം വന്നത് 1981. അതായത് ജലമലിനീകരണ നിയമം വന്നത് 1974. വായു മലിനീകരണ നിയന്ത്രണ നിയമം വന്നത് 1981. അടുത്തത് ആറ്റോമിക് എനർജി ആക്ട്. ആറ്റോമിക് എനർജി ആക്ട് 1982. അടുത്ത നാഷണൽ ഫോറസ്റ്റ് പോളിസിയാണ്. ഓക്കെ, ദേശീയ വന പോളിസി, നാഷണൽ ഫോറസ്റ്റ് പോളിസിയാണ് 1988. ഓക്കെ, ഇത് ഒരു പ്രീവിയസ് ആണ്. ഇതിനകത്ത് ചോദിച്ച നിയമങ്ങളെല്ലാം പ്രീവിയസ് ആണ്. നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988. ഓക്കെ, അടുത്തത് രണ്ട് സ്ഥാപനങ്ങളാണ്, നിങ്ങൾക്ക് അറിയാം. ഒന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അത് വന്നത് കേന്ദ്ര ബോർഡാണ്. അത് സെപ്റ്റംബർ 22, 1974 നിലവിൽ വന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലേ, നമ്മുടെ ജല മലിനീകരണ നിയന്ത്രണ നിയമം 1974 വന്നതിന് ശേഷമാണ് അതിന്റെ ഇത് പ്രകാരമാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെപ്റ്റംബർ 22, 1974 നിലവിൽ വന്നത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ കേരള സംസ്ഥാന മലിനീകരണ ബോർഡ് വന്നായിരുന്നു, അതായത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വന്നായിരുന്നു. അത് സെപ്റ്റംബർ 12, 1974. സെപ്റ്റംബർ 12, 1974. ഈ ഡേറ്റ് നിങ്ങൾ അത്രയും ഇത് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ടെക്നിക്കൽ എക്സാംസിനായിരുന്നു. അതുകൊണ്ട് ഡേറ്റ് നിർബന്ധമില്ല, വർഷങ്ങളെല്ലാം ഓർത്തു വയ്ക്കാം. ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974, വായു മലിനീകരണ നിയന്ത്രണ നിയമം 1981, അതുപോലെ ആറ്റോമിക് എനർജി ആക്ട് 1982, നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സെപ്റ്റംബർ 22, 1974, കേരള അതല്ലെങ്കിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സെപ്റ്റംബർ 12, 1974. അപ്പൊ ഇന്ത്യയിൽ ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡ് ആദ്യമായിട്ട് വന്ന സംസ്ഥാനം കേരളമാണ്. ഓക്കെ അല്ലേ? എവിടെ സീമ ഓക്കെ ആണോ? ഓക്കെ, ഗ്രേസ് മുഹമ്മദ് റദീസ്. ഓക്കെ, ഗ്രീഷ്മ. ശരി, ഓക്കെ. അപ്പൊ നമ്മള് നിയമങ്ങൾ ഒന്നുകൂടി പറയാം. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, ജൈവ വൈവിധ്യ നിയമം 2002,
വനസംരക്ഷണ നിയമം 1980, ഇന്ത്യൻ വന നിയമം 1927, അതിന്റെ ഭേദഗതി 1984, വന്യജീവി സംരക്ഷണ നിയമം 1972, അതിന്റെ ഭേദഗതി 1991, വായു മലിനീകരണ നിയന്ത്രണ നിയമം 1974, ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974, വായു മലിനീകരണ നിയന്ത്രണ നിയമം 1981, അറ്റോമിക് എനർജി ആക്ട് 1982, നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സെപ്റ്റംബർ 22, 1974, സംസ്ഥാനമാണെങ്കിൽ സെപ്റ്റംബർ 12, കേരളം ആണെങ്കിൽ സെപ്റ്റംബർ 12, 1974. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളും അതിന്റെ കുറച്ച് കാര്യങ്ങളുമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആഗോളതാപനമാണ്. ആഗോളതാപനം നിങ്ങൾക്ക് അറിയാലേ. അതിനു മുമ്പ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലേ, അതായത് ഹരിതഗ്രഹവാതകങ്ങളാണ്. ഹരിതഗ്രഹവാതകങ്ങൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, അതുപോലെ CFC എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ, അടുത്തത് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതഗ്രഹവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് PSC ചോദിക്കാറുണ്ട്. ഹരിതഗ്രഹവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, CFC അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ, അടുത്തത് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി. ഓക്കെ, ഹരിതഗ്രഹവാതകങ്ങൾ. ഈ ഹരിതഗ്രഹവാതകങ്ങൾ കൊണ്ടാണ് നമുക്ക് ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ മണ്ഡലത്തിലെ താപനില കുറയാതെ നോക്കുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറയുന്നത്, അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഈ ഹരിതഗ്രഹ പ്രഭാവത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ. അപ്പൊ മെയിൻ ആയിട്ട് ഹരിതഗ്രഹ വാതകങ്ങൾ ഏതാണ് താഴെ പറയുന്നത് ഹരിതഗ്രഹ വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വാതകം ഏതെന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ആണ്. കാരണം എല്ലാ ജീവികളും ശ്വസിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇടുന്നത് കാർബൺ ഡയോക്സൈഡ് അല്ലേ. അപ്പൊ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനം കാർബൺ ഡയോക്സൈഡ് ആണ്. പിന്നെ മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, CFC എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഈ CFC ആണ് നമുക്ക് അറിയാലേ, നമ്മുടെ റെഫ്രിജറേറ്റേഴ്സ് അതുപോലെ ഫ്രീസിങ് അതെല്ലാം കഴിഞ്ഞ് വരുന്ന സാധനമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതുപോലെ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവി. അതുപോലെ ഇത്രയും ഓപ്ഷൻസ് തന്നിട്ട് താഴെ പറയുന്നതിൽ ഹരിതഗ്രഹ വാതകം അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ ചിലപ്പം വേറെ ഏതെങ്കിലും വാതകം തരും, ചിലപ്പോൾ ഫോസ്ഫറസ് പെന്റോക്സൈഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു വാതകം തരും. അപ്പൊ അതൊന്നും ഹരിതഗ്രഹ വാതകമല്ല. പക്ഷെ ഈ നീരാവിയൊക്കെ ഹരിതഗ്രഹ വാതകത്തിൽ പെട്ടതാണേ. നീരാവി ഒന്നും നമ്മൾ അധികം ശ്രദ്ധിക്കില്ല. ഓക്കെ, ഇനി ഹരിതഗ്രഹ പ്രഭാവം കാണപ്പെടുന്ന നമ്മുടെ അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ 3-4 പാളികളുണ്ടല്ലേ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ പാളികളുണ്ട്. അപ്പൊ നമ്മുടെ ഭൗമമണ്ഡലത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ അല്ലേ. അപ്പൊ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിലാണ് ഈ ഹരിതഗ്രഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്ട് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. ഓക്കെ, ഇനി അടുത്തത് PSC വളരെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ചപ്പു ചവറുകൾ ചീയുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? അതാണ് മീഥെയിൻ. ചപ്പു ചവറുകൾ ചീയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാതകം മീഥെയിൻ. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു നമ്മൾ എന്താണ് താഴെ പറയുന്നതിൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചിട്ട്. ഒന്ന് ബയോ കമ്പോസ്റ്റ് നിർമ്മാണം, പിന്നെ ഒന്ന് കത്തിക്കൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ഓപ്ഷൻ. അപ്പൊ ഉത്തരം കത്തിക്കലാണ് വന്നത്. ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളോ? ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? അപ്പൊ കത്തിക്കൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വേസ്റ്റ് കത്തിക്കൽ, പ്ലാസ്റ്റിക് മാത്രമല്ല അല്ലാതുള്ള വേസ്റ്റ് കത്തിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു നടപടിയല്ല. അതുകൊണ്ട് കത്തിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും തെറ്റാണ്. എല്ലാം നമ്മൾ വളമായിട്ട് യൂസ് ചെയ്ത് അടുത്ത റീസൈക്കിൾ ചെയ്ത് പോവാണ് വേണ്ടത്. കരിയിലുകളായാലും അതുപോലെ ചപ്പുചവറുകളായാലും എല്ലാം. പ്ലാസ്റ്റിക് മാത്രമല്ല നമ്മൾ കത്തിക്കാൻ പാടില്ലാത്തത്, വേസ്റ്റും കത്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അതിൽ നിന്ന് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് ഒരുപാട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ എല്ലാ വീട്ടിലും ഇതുപോലെ ബൾക്കായിട്ട് ഇതുപോലെ കത്തിക്കുമ്പോൾ ഒരുപാട് അന്തരീക്ഷത്തിന് വീണ്ടും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഈ ആഗോള താപനമായിട്ട് ഇത് ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് എങ്ങനെയാണെന്ന് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹരിതഗ്രഹ വാതകങ്ങളും ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഈ ഭൂമിയിൽ നിന്നുള്ള ഈ വികിരണങ്ങൾ എന്ത് പറ്റും? പ്രതിഫലിക്കാണ്ട് അന്തരീക്ഷ പാളിയിൽ തന്നെ തങ്ങി അങ്ങ് നിൽക്കും. അപ്പം ഗ്ലോബലി ടെമ്പറേച്ചർ കൂടും. അതുപോലെ തന്നെ സമുദ്രങ്ങളിലായാലും ഹിമാലയങ്ങളിലായാലും ഗ്ലേസിയേഴ്സ് എല്ലാം അവിടുന്ന് ഉരുകി മഞ്ഞെല്ലാം ഉരുകി വെള്ളമായി വന്ന് സമുദ്രനിരപ്പിന്റെ അളവ് കൂടും. അതൊന്നും നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഡിസ്ക്രിപ്റ്റീവ് അല്ലല്ലോ.
അപ്പം ഇത് ഹരിതഗ്രഹ പ്രഭാവം ഒരു ആഗോളതാപനത്തിനും ഹരിതഗ്രഹ ഈ വാതകങ്ങൾ അതിന്റെ ക്രമാതീതമായ വർധന മൂലം ആഗോളതാപനം ഉണ്ടാകുന്നു എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹരിതഗ്രഹ വാതകം ഏതാണ്? കാർബൺ കാർബൺ ഡൈ ഡയോക്സൈഡ്. ചപ്പുചവറുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന വാതകം ഏതാണ്? മീഥേൻ. ഡൈൻ. ഓക്കെ, നമ്മുടെ LPG ഗ്യാസിലുള്ള വാതകം ഏതാണ് പ്രധാനപ്പെട്ടത്? മീഥേൻ. മീഥേൻ. LPG ഗ്യാസിലുള്ളത് മീത്തേൻ അല്ലേ? LPG ഗ്യാസിൽ പ്രധാനപ്പെട്ട വാതകം ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞില്ല, അല്ലാണ്ട് ജനറൽ ആയിട്ട് ചോദിച്ചത്. ശരി, അപ്പം ഈ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹരിതഗ്രഹ വാതകങ്ങൾ അളവിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഈ ഭൂമിയുടെ വികിരണങ്ങൾ പ്രതിഫലിക്കാണ്ട് ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കും, അങ്ങനെ താപനില കൂടും. അതാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർക്കണ്ട, മെയിൻ ആയിട്ട് ഇതിനകത്ത് ഹരിതഗ്രഹ വാതകങ്ങൾ ഓർക്കാം. പിന്നെ CFCയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാലോ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഏത് പാളിയിലാണ് ഇത് കാണുന്നതെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് എന്താണ് ഉടമ്പടികളൊക്കെ നമുക്ക് നോക്കാം. അതാണ് ഫസ്റ്റ് വൺ, ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ, ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? ക്യോട്ടോ ജപ്പാൻ. ഓക്കെ, അത് ഏത് വർഷമായിരുന്നു ചോദിച്ചാൽ 1997 ഡിസംബർ 11 ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ ആ ഉടമ്പടിയെ കുറിച്ചുള്ള ചർച്ച വന്നത്. ഓക്കെ, 1997 ഡിസംബർ 11. ഓക്കെ, എവിടെയായിരുന്നു? ക്യോട്ടോ, ജപ്പാനിലാണ്. ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ആഗോളതാപനത്തിനെതിരെ ആയിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വന്നത്. പിന്നെ എന്തുമായിട്ട് റിലേറ്റഡ് ആയെന്ന് ചോദിച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുള്ള, അതായത് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു ഇത്. അതായത് എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നമായി തുടങ്ങി. കാരണം എല്ലാ രാജ്യങ്ങളിലും ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്, ഒരുപാട് എന്താണ് പോപ്പുലേഷൻ കൂടി വരുന്നു. അപ്പം എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി, അതായത് നമ്മുടെ ഉള്ള സ്ഥലങ്ങളെല്ലാം പോയിട്ട് എന്ത് പറ്റുന്നു, ഫ്ലാറ്റും അതുപോലെ വയലൊന്നും ഇല്ലാണ്ടാവുന്ന എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ ഹരിതഗ്രഹ വാതകങ്ങൾ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോർമലി ഉള്ള റീസൺസ് ഉണ്ട്, അതായത് അഗ്നിപർവ്വതങ്ങൾ അതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകും. പക്ഷേ കൂടുതലും ഇതുപോലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മുടെ കാലം തെറ്റിയുള്ള മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് 2-3 ദിവസമായിട്ടെല്ലാം. ഇതെല്ലാം നമ്മുടെ മനുഷ്യന്റെ പ്രവർത്തികൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രകൃതിയെ ബാധിക്കുന്ന നെഗറ്റീവ് എഫക്റ്റുകളാണ്. അതായത് മനുഷ്യന്റെ നെഗറ്റീവ് പ്രവർത്തികൾ മൂലം ഉണ്ടാകുന്ന തിരിച്ചു കിട്ടുന്ന നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്നൊക്കെ പറയാലേ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്താണ് വിപരീത ഫലം നമുക്ക് തന്നെ കിട്ടുന്നതിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് ഇവര് ആഗോളതാപനത്തിനെതിരായിട്ട് നടത്തിയ ഒരു ഉടമ്പടിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പം റിലേറ്റഡ് ടു എന്താണെന്ന് ചോദിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് ബന്ധപ്പെട്ടാണ് ഇവർ ഈ ഉടമ്പടി തുടങ്ങിയത്. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ടു ഡിക്രീസ് എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതായത് ആഗോളതാപനത്തിന് കാരണമായിട്ടുള്ള ഈ ഹരിതഗ്രഹ വാതകങ്ങൾ പുറത്തു വരുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് ഗ്രാജുവലി കുറച്ച് പിന്നീട് അത് ഇല്ലാതാക്കുക. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉടമ്പടി തുടങ്ങിയത്. പിന്നെ ഇത് നിലവിൽ വന്നത്, അതായത് 1997 ഡിസംബർ 11 സംഭവം ഇതിന്റെ പ്രാരംഭഘട്ടങ്ങളെല്ലാം തുടങ്ങിയെങ്കിലും ക്യോട്ടോ പ്രോട്ടോകോൾ ആ ഉടമ്പടിയായിട്ട് നിലവിൽ വന്നത് എന്നാണ് 2005 ഫെബ്രുവരി 16 ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, അതും ചോദിച്ചിട്ടുണ്ട്. 2005 ഫെബ്രുവരി 16 ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 ഇതിൽ നിന്നും ഒരു രാജ്യം, അതായത് ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്നും ഒരു രാജ്യം പിന്മാറി, അതാണ് കാനഡ. ഓക്കെ, അത് വേണമെന്നുള്ളവർ പഠിച്ചാൽ മതി, കാനഡ. ഓക്കെ, അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ വർഷം 1997 ഡിസംബർ 11. എവിടെയായിരുന്നു? ക്യോട്ടോ, ജപ്പാനിലാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആഗോളതാപനത്തിന് കാരണമായിട്ടുള്ള ഹരിതഗ്രഹ വാതകങ്ങളുടെ എമിഷൻ അല്ലെങ്കിൽ അത് പുറന്തള്ളുന്നതിനെ കുറയ്ക്കുക അല്ലെങ്കിൽ ലഘൂകരിക്കുക എന്നുള്ളതാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്നാണ്? 2005 ഫെബ്രുവരി 16. 2011 ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? കാനഡ.
ഓക്കെ, സ്ലൈഡ് ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ഭൗമ ഉച്ചകോടിയാണ്, അതായത് എർത്ത് സമ്മിറ്റ്. ഭൗമ ഉച്ചകോടി, എർത്ത് സമ്മിറ്റ്, അത് നടന്നത് 1992 ബ്രസീലിലുള്ള റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമാണല്ലേ, കാരണം കൂടുതൽ ഈ ഒളിമ്പിക്സ് അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് റിയോ ഡി ജനീറോ, ബ്രസീലിലുള്ള സ്ഥലമാണ്. ഓക്കെ, ഇത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ഇത് ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ആ കറക്റ്റ് വേർഡ് എണ്ണിട്ടേക്കുന്നത്. ഇറ്റ്സ് എ ഗ്ലോബൽ പ്ലാൻ ടു സേവ് എർത്ത് ഫ്രം ഡിവാസ്റ്റേഷൻ. അതായത് മെയിൻ ആയിട്ട് പറയുന്ന പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ്, പക്ഷെ ഭൂമിയുടെ നാശത്തിന് എതിരായിട്ട് അതിനെതിരെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിലുള്ള ഒരു പ്ലാനാണ് ഭൗമ ഉച്ചകോടിയായിട്ട് നടന്നത്. ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് പരിസ്ഥിതി സംരക്ഷണം, നിങ്ങൾക്ക് അറിയാം. 2 ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പുറന്തള്ളൽ ബഹിർഗമനം കുറയ്ക്കുക എന്നുള്ളത്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക, അതുപോലെ പരിസ്ഥിതി സംരക്ഷണം, ഇത് രണ്ടുമാണ്. ഇങ്ങനെ ചെയ്ത് മൊത്തത്തിൽ ഭൂമിയെ രക്ഷിക്കുക, ഭൂമിയെ നാശത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ആഗോള തരത്തിലുള്ള ഒരു പ്ലാനാണ് ഭൗമ ഉച്ചകോടി, എർത്ത് സമ്മിറ്റ് എന്ന് പറയും. 1992 ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവലിന് കൂടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഒരു പോയിന്റും കൂടി വേണമെങ്കിൽ എഴുതി വെക്കാം. ഈ റിയോ എർത്ത് സമ്മിറ്റ്, അതായത് ഈ റിയോ ഡി ജനീറോയിൽ നടന്ന ഈ ഉച്ചകോടി, റിയോ എർത്ത് സമ്മിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് അജണ്ട 21 എന്നാണ് അറിയപ്പെടുന്നത്. അജണ്ട 21. സ്ലൈഡ് ഓക്കെ ആണോ? അജണ്ട 21 അജണ്ട 21 എന്ന് പറഞ്ഞാൽ ഈ റിയോ ഡി ജനീറോയിൽ നടന്ന ഈ ഭൗമ ഉച്ചകോടിയിൽ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റിന്റെ പേരാണ്. റിയോ എർത്ത് സമ്മിറ്റ് ഡോക്യുമെന്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ശരി. അടുത്തത് UN വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്, അതായത് സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള യുണൈറ്റഡ് ഐക്യരാഷ്ട്ര സമിതിയുടെ ലോക ഉച്ചകോടി, UN വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, UN വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു വേൾഡ് സമ്മിറ്റ് ആണ്. ഇത് നടന്നത് 2002 ജോഹന്നാസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നടന്നത്, 2002 ജോഹന്നാസ്ബർഗില്. ഓക്കെ, ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് വിത്തൗട്ട് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതായത് നമ്മുടെ സാമ്പത്തിക വികസനം വേണം, പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതി വിഭവങ്ങളൊന്നും നശിപ്പിക്കാതെയുള്ള സാമ്പത്തിക വികസനം. ഓക്കെ, അപ്പൊ പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കാതെയുള്ള സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 2002 ജോഹന്നാസ്ബർഗിൽ ഐക്യരാഷ്ട്രസഭ നടത്തിയ ഒരു ലോക ഉച്ചകോടിയാണ് UN വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, UN വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 2002 ജോഹന്നാസ്ബർഗിലാണ് നടന്നത്. എന്തായിരുന്നു ലക്ഷ്യം? ഇക്കണോമിക് ഡെവലപ്മെന്റ് വിത്തൗട്ട് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കാതെയുള്ള സാമ്പത്തിക വികസനം. ഇതാണോ റിയോ 10 എന്ന് പറയുന്നത്? അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. അതായത് 10 വർഷം കഴിഞ്ഞിട്ടല്ലേ, ഭൗമ ഉച്ചകോടി കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട്. അതെ അതെ, അതാവുമ്പം 92 അപ്പൊ 10 വർഷം കഴിയുമ്പോൾ 2002 ആയില്ലേ? സ്ലൈഡ് ഓക്കെ ആണോ? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഒരുപാട് എക്സാംസിന് ചോദിക്കുന്ന ഒരു ഇതും കൂടിയാണ്, അതായത് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ,
മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന എന്നാണെന്ന് ചോദിച്ചാൽ 1987 സെപ്റ്റംബർ 16 1987 സെപ്റ്റംബർ 16. പക്ഷെ അത് നിലവിൽ വന്ന എന്താണെന്ന് ചോദിച്ചാൽ 1989 ജനുവരി 1 മുതലാണ് നിലവിൽ വന്നു തുടങ്ങിയത്. ഇനി ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ, അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, നിങ്ങൾക്കറിയാലോ, ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലുള്ള സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഈ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ലെയറിന്റെ, അതായത് ഓസോൺ പാളിയുടെ ആ വിള്ളലുകളെല്ലാം മാറ്റാനും അതിന്റെ സംരക്ഷണം, ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നത്. നമ്മളിപ്പം ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, അതെന്തിനായിരുന്നു? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇത് ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, അപ്പം ഓസോൺ ലെയർ എവിടെയാണെന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി ഓസോൺ ലെയർ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരാണ്, ചാൾസ് ഫാബ്രിയും അതുപോലെ ഹെൻറി ബ്യൂസൺ. ചാൾസ് ഫാബ്രി അതുപോലെ ഹെൻറി ബ്യൂസൺ. ഓക്കെ, ഇനി ഓസോൺ ലെയറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. ഇതിന്റെ വ്യാപ്തിയുടെ യൂണിറ്റ്, അതായത് ആ ഓസോൺ പാളിയുടെ ആ വ്യാപ്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡോപ്സൺ ആണ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ഇളം നീല കളറാണ്. ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ റേഞ്ചിലാണ് ഇത് കാണുന്നതെന്ന് ചോദിച്ചാൽ 15 മുതൽ 60 കിലോമീറ്റർ വരെയുള്ള ആ സ്ഥലത്താണ് ഇത് കാണുന്നത്. ഈ ഓസോൺ ലെയറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയെ നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുക, അതായത് പ്രൊട്ടക്ട് എർത്ത് ഫ്രം അൾട്രാ വയലറ്റ് റേസ് ആണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ വിള്ളൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മെയിൻ ആയിട്ട് ഈ ക്ലോറോഫ്ലൂറോ കാർബൺസ് അതിന്റെ പുറന്തള്ളൽ മൂലമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വിള്ളലുകൾ ഓസോൺ ലെയറിന് ഉണ്ടാകുന്നത്. അപ്പൊ എത്ര മോൺട്രിയൽ പ്രോട്ടോകോൾ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1987 സെപ്റ്റംബർ 16 പക്ഷെ അത് നിലവിൽ വന്നത് 1989 ജനുവരി 1 മുതലാണ് നിലവിൽ വന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ വെച്ചാണോ സെപ്റ്റംബർ 16 ഓസോൺ ഡേ? അതെ 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 അതെ, അതിനുശേഷമാണ് സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആയിട്ട് വന്നത്. മോൺട്രിയൽ എന്താണ് പ്ലേസ് കാനഡയിലാണ്. ഈ ഡോപ്സൺ എന്താന്ന് പറഞ്ഞ മാം? ഡോപ്സൺ ഈ ഓസോൺ പാളിയുടെ വ്യാപ്തിയുടെ യൂണിറ്റ് ആണ്. DOB ആണ് ഡോപ്സന്. ഇതിനകത്ത് മെയിൻ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷമൊന്നും ചോദിക്കാറില്ല. വന്ന വർഷം 1987 സെപ്റ്റംബർ 16 ചോദിക്കാറുണ്ട്. പിന്നെ ഓസോൺ പാളിനെ കുറിച്ചാണ് കൂടുതലും ചോദിക്കാറ്. അത് കണ്ടുപിടിച്ചത് ആര്, അത് ഏത് പാളിയിൽ, അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിൽ കാണുന്നത്, സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിന്റെ കളർ, അതുപോലെ യൂണിറ്റ്, അതുപോലെ അതിന്റെ ഫംഗ്ഷൻ, പിന്നെ അതിന്റെ ഓസോൺ വിള്ളലിന് കാരണമാകുന്ന താഴെ പറയുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ ക്ലോറോഫ്ലൂറോ കാർബൺ. ഇതാണ് സ്ഥിരമായിട്ട് ഏരിയന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഓക്കെ, സ്ലൈഡ് കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മള് ആഗോളതാപനം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞല്ലേ, 97 ഡിസംബർ 11 ക്യോട്ടോയിലായിരുന്നു. കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ, ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളല് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നിലവിൽ നിന്ന് 2005 ഫെബ്രുവരി 16 2011 ഇതിൽ നിന്ന് പിന്മാറിയ, ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് കാനഡ. ഭൗമ ഉച്ചകോടി 92 റിയോ ഡി ജനീറോയിലായിരുന്നു. എർത്തിന്റെ നാശത്തിനെതിരായിട്ട് പ്രവർത്തിക്കാനുണ്ട്, പരിസ്ഥിതി സംരക്ഷണത്തിനും ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ റിഡക്ഷനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഉച്ചകോടി, സുസ്ഥിര വികസനത്തിന്റെ ഉച്ചകോടി 2002 ജോഹന്നസ്ബർഗിലാണ്. ഇക്കണോമിക് ഡെവലപ്മെന്റ്, പ്രകൃതി വിഭവങ്ങൾ നശിക്കാതെയുള്ള ഇക്കണോമിക് ഡെവലപ്മെന്റ് ആയിരുന്നു ഇതിന്റെ എന്ന് പറഞ്ഞാൽ. മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 സെപ്റ്റംബർ 16 ആയിരുന്നു. നിലവിൽ വന്നത് 1989 ജനുവരി 1
ജനുവരി 1 ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓസോൺ ലെയർ ആണ് ഭൂമിയെ UV റേസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓസോൺ ലെയർ കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ചാൾസ് ഫാബ്രിയും ഹെൻറി ഡ്യൂസൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഡോബ്സൺ ആണ് ഇതിന്റെ യൂണിറ്റ്. ഇളം നീലയാണ് ഇതിന്റെ കളർ. 15 to 60 കിലോമീറ്റർ റേഞ്ചിലാണ് ഇത് കാണപ്പെടുന്നത്. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന മെയിൻ വാതകം ഏതെന്ന് ചോദിച്ചാൽ ഫ്ലോറോ കാർബൺ ആണ്. ഓക്കെ, ഇനിയുള്ള സാധനങ്ങൾ നിങ്ങളുടെ SCERT ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താണ്, ഇതൊന്നും ഡെഫിനിഷൻ ആയിട്ടൊന്നും എഴുതിയെടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഓരോ പേരുകളും. ഇനി അഥവാ ചില എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ട് പ്രീവിയസും ചേർത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇതിന്റെ ബേസിക്സ് ആണ്, ഇക്കോളജിയുടെ ബേസിക്സ് ആണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ മെയിൻ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഏകദേശം കഴിഞ്ഞു. ഇനി ഇതിന്റെ ആ ബേസിക് നിങ്ങൾ SCERT കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് നമുക്ക് വിടാൻ പറ്റൂല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ സ്പീഡിൽ നിന്ന് നോക്കി നമുക്ക് പോവാം. ആദ്യമായിട്ട് ഇക്കോളജി, അതായത് പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവജാലങ്ങൾ തമ്മിലുള്ളതും അവയും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ആവാസ വിജ്ഞാനം അല്ലെങ്കിൽ പരിസ്ഥിതിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഉൾപ്പെട്ട ജീവജാലങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ, നമ്മളും അതായത് മനുഷ്യരും അതുപോലെ മനുഷ്യരും മറ്റ് ജീവികളും തമ്മിലും നമ്മളും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ആവാസ വിജ്ഞാനം അല്ലെങ്കിൽ പരിസ്ഥിതി ശാസ്ത്രം. ഓക്കെ, ഇനി ആദ്യമായിട്ട് ഈ ഇക്കോളജി എന്ന് പറയുന്ന ഈ വേർഡ് കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏണസ്റ്റ് ഹേക്കൽ ആണ്. ഓക്കെ, ഏണസ്റ്റ് ഹേക്കൽ ആണ് ഇക്കോളജി എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. കാരണം ആദ്യം ഇതിന്റെ മുന്നത്തെ പേര് എന്ന് പറഞ്ഞാൽ ബയോണോമിക്സ് എന്നായിരുന്നു. ആ പേരിലല്ല ഇപ്പൊ നമ്മൾ പറയുന്നത്. ബയോണോമിക്സ് എന്ന് പറഞ്ഞ പേരിപ്പില്ല, ഇക്കോളജിയാണ് പരിസ്ഥിതി ശാസ്ത്രത്തിന് നമ്മൾ പറയുന്നത്. ആ പേര് കൊണ്ടുവന്നത് ഏണസ്റ്റ് ഹേക്കൽ ആണ്. ഓക്കെ, ഇനി ഫാദർ ഓഫ് മോഡേൺ ഇക്കോളജി, അതായത് ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ യൂജിൻ ഓഡം ആണ്. ഓക്കെ, യൂജിൻ ഓഡം. അതുപോലെ തന്നെ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ റാംഡിയോ മിശ്ര എന്നാണ്. ഇത് ചിലപ്പോൾ റാംഡിയോ മിശ്ര എന്നായിരിക്കില്ല, ചിലപ്പോൾ ആർ മിശ്ര എന്നായിരിക്കും. കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആർ മിശ്ര എന്നാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആർ മിശ്ര അല്ലെങ്കിൽ റാംഡിയോ മിശ്ര. സ്ലൈഡ് ഓക്കെ ഒന്ന് പറയണേ. ഓക്കെ ആണോ? സീമ, ഗ്രേസ്? ഓക്കെ, അടുത്ത ഇക്കോസിസ്റ്റം എന്താണ്? അതായത് ആവാസ വ്യവസ്ഥേനെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജീവിക്കുന്ന ആ വ്യവസ്ഥ, ആ ചുറ്റുപാട്. അതായത് ഇപ്പം നമ്മുടെ വീടാണെങ്കിലും അതിന് ചുറ്റും നമുക്ക് നമ്മുടെ ഭൂമിയുണ്ട്, ചുറ്റും കാറ്റ് വരുന്നുണ്ട്, അതിന് ചുറ്റും വേറെ പല ജീവികളും ഉണ്ട്. എല്ലാം കൂടി ചേർന്നതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാണ് ആർതർ ടാൻസ്ലി. ഓക്കെ, ആർതർ ടാൻസ്ലി. ഓക്കെ, ഇനി ഈ ഇക്കോസിസ്റ്റത്തിനെ ആദ്യമായിട്ട് നിർവചിച്ചത്, അതിന്റെ ഡെഫിനിഷൻ കൊടുത്ത ആരാണെന്ന് ചോദിച്ചാൽ യൂജിൻ പി ഓഡവും അതുപോലെ ഹോവാർഡ് ടി ഓഡവുമാണ്. അതെ, അവരെന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഊർജത്തിന്റെയും ദ്രവ്യത്തിന്റെയും പ്രവാഹവുമായി ബന്ധപ്പെട്ട് ആവാസ വ്യവസ്ഥയെ ആദ്യമായി നിർവചിച്ചത് ആരാണ്? യൂജിൻ പി ഓഡവും ഹോവാർഡ് ടി ഓഡവുമാണ്. ഓക്കെ, ഊർജത്തിന്റെയും ദ്രവ്യത്തിന്റെയും പ്രവാഹവുമായി ബന്ധപ്പെട്ട് ആവാസ വ്യവസ്ഥയെ ആദ്യമായി നിർവചിച്ചത് യൂജിൻ പി ഓഡവും ഹോവാർഡ് ടി ഓഡവുമാണ്. യൂജിൻ പി ഓഡവും ഹോവാർഡ് ടി ഓഡവും. ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബ് അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല എന്ന് പറയും. ഈ ഭക്ഷ്യ ശൃംഖലയുടെ തുടക്കത്തിലുള്ള ആൾക്കാരാണ് ഉൽപാദകർ, അതായത് സ്വന്തമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ. അത് എൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് വിഘാടകർ, അതായത് ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സും ഡീകമ്പോസേഴ്സ്. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആർതർ ടാൻസ്ലി ആണ്. ആർതർ ടാൻസ്ലി. പക്ഷെ അതിന്റെ ഡെഫിനിഷൻ, ഊർജ്ജത്തിന്റെയും ദ്രവ്യത്തിന്റെയും പ്രവാഹവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡെഫിനിഷൻ ആദ്യമായിട്ട് കൊടുത്തത് യൂജിൻ പി ഓഡവും ഹൊവാർഡ് ടി ഓഡവുമാണ്. ഇനി നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിലെ സ്റ്റാർട്ടിങ്, അതിന്റെ തുടക്കക്കാരെന്ന് ചോദിച്ചാൽ ഉൽപാദകരാണ്. അതായത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ ഹരിത സസ്യങ്ങളാണ് ഉൽപാദകർ. അതിന്റെ എൻഡിങ് ആരാന്ന് ചോദിച്ചാൽ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകരാണ്. അതായത് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, ഫംഗൈ അതുപോലുള്ള സാധനങ്ങൾ വിഘടിപ്പിക്കുന്ന ജീവികൾ.
ഓക്കെ ആണോ? ശരി. ഓക്കെ, അപ്പൊ ഈ ഫുഡ് ചെയിൻ ഭക്ഷ്യ ശൃംഖല നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിന് പല തലങ്ങളുണ്ട്. ഇതിന് പോഷണ തലങ്ങൾ എന്നാണ് പറയുന്നത്, പോഷണ തലങ്ങൾ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉത്പാദകർ എന്ന് പറയുന്ന പ്ലാന്റ്സും ആൽഗയാണ്. പ്ലാന്റ്സ് അതായത് നമ്മുടെ ഹരിത സസ്യങ്ങളും അതുപോലെ ആൽഗയും. ഹരിത സസ്യങ്ങളും ആൽഗയാണ് ഉത്പാദകർ എന്ന് പറയുന്നത്. കാരണം എന്താ, അവര് സ്വന്തമായിട്ട് നമ്മുടെ സൗരോർജ്ജത്തിൽ നിന്നും അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അവർക്ക് കുക്ക് ചെയ്യേണ്ട വേറെ ജീവികളെ ആശ്രയിക്കാണ്ട് അവർ സ്വന്തമായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഉത്പാദകർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഉത്പാദകർ എന്ന് പറയും. ഇവരാണ് ലെവൽ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെവൽ നിങ്ങൾ നോക്കണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കുക, ഉത്പാദകർ. ഓക്കെ, അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഹെർബിവോഴ്സ് ആണ്. അതായത് ഈ ഉത്പാദകരെ ഭക്ഷിക്കുന്ന ജീവികൾ, ഉത്പാദകരെ ഭക്ഷിക്കുന്ന ജീവികളാണ് എന്ത് ലെവൽ 2 വരുന്നത്. അത് ഹെർബിവോഴ്സ് എന്ന് പറയും. ഉത്പാദകരെ ഭക്ഷിക്കുന്ന ജീവികൾ, ഇവരെയാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രാഥമിക ഉപഭോക്താക്കൾ. കാരണം ഇവര് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നില്ല. ഇവര് ഫുഡ് ഉണ്ടാക്കി വെച്ച് ഈ പ്രൊഡ്യൂസേഴ്സിനെ തിന്നുവാണ് ചെയ്യുന്നത്, അല്ലേ? ഹെർബിവോഴ്സ്. അതായത് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഹരിത സസ്യങ്ങൾ പറഞ്ഞു. ഈ ഹരിത സസ്യങ്ങളെ ഇപ്പം ഞാൻ അടുത്ത എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഒരു പുല്ല് തിന്നുന്ന പുൽച്ചാടി, അങ്ങനെയാണെങ്കിൽ അതൊരു ഹെർബിവോർ ആണല്ലേ, അത് പ്ലാന്റ്സിനെയാണ് തിന്നുന്നത്. ഈ പുൽച്ചാടി പുല്ലിനെയല്ലേ തിന്നുന്നത്. അപ്പം ഈ പുൽച്ചാടിനെ നമ്മൾ എന്ത് പറയാം, പ്രൈമറി കൺസ്യൂമർ, അതായത് പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയാം. അതായത് ലെവൽ 2 വരുന്ന ആൾക്കാരാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. അടുത്തത് ലെവൽ 3 ആണ്. ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഈ ഹെർബിവോഴ്സിനെ തിന്നുന്ന ആൾക്കാർ. അതായത് ഈ പ്ലാന്റ്സിനെയും തിന്ന ഈ ഹെർബിവോഴ്സിനെ തിന്നുന്ന ആൾക്കാരെയാണ് കാർണിവോഴ്സ് എന്ന് പറയുന്നത്. കാർണിവോഴ്സ് എന്ന് പറയുന്നത് ഈ ഹെർബിവോഴ്സിനെ തിന്നുന്ന ജീവികളെയാണ്. അതാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ലെവൽ 3 ഇവരെയാണ്. അടുത്തത് ലെവൽ 4 ആണ്. ലെവൽ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർണിവോഴ്സ് തന്നെ കാർണിവോഴ്സ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പം ബീഫ് തിന്നുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തിന്നുന്നു. അതാവുമ്പോ നമ്മൾ കാർണിവോറാണ്, അവരും കാർണിവോറാണ്. അങ്ങനെയുള്ളവരാണ് ലെവൽ 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ തൃതീയ ഉപഭോക്താക്കൾ എന്ന് പറയും. അതായത് തൃതീയ ഉപഭോക്താക്കൾ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണ്ട. ഈ നമ്മളും ലാസ്റ്റ് മരിച്ചു കഴിഞ്ഞ് വരുമ്പോ എന്താ സംഭവിക്കുക, നമ്മളെ തിന്നാൻ നമ്മുടെ വിഘാടകർ വരുമല്ലേ. അത് ഒരു പോഷണ തലമായിട്ട് നമ്മൾ പറയുന്നില്ല, വിഘാടകർ. അപ്പൊ അതിന് എൻഡിങ് ഇവിടെ ഈ ലെവൽ 4 വെച്ചിട്ട് എൻഡ് ചെയ്യുന്നില്ല. അടുത്തത് വിഘാടകരാണ് എല്ലാത്തിനും എൻഡ് ചെയ്യുന്നത്. അതായത് ഡീകമ്പോസേഴ്സ്, അതായത് ബാക്ടീരിയ, ഫംഗസ് പോലുള്ള. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ആകെ ഇത്രയും നിങ്ങൾ എഴുതിയെടുത്താൽ മതി. പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഉത്പാദകർ എന്ന് പറഞ്ഞാൽ അതാ ഹരിത സസ്യങ്ങളും ആൽഗയുമാണ്. അവർ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവരാണ് ലെവൽ 1. ഭക്ഷ്യശൃംഖലയുടെ ലെവൽ 1 ആരാണെന്ന് ചോദിച്ചാൽ അവരാണ് ഉത്പാദകർ. അടുത്തത് ലെവൽ 2 ആണ്. ലെവൽ 2 ആണ് ആര്? പ്രാഥമിക ഉപഭോക്താക്കൾ. പ്രാഥമിക ഉപഭോക്താക്കളാണ് ലെവൽ 2 വരുന്നത്. അത് ഹെർബിവോഴ്സ് ആണ്. സസ്യങ്ങളെ തിന്ന് ജീവിക്കുന്ന ജീവികളാണ് ഹെർബിവോഴ്സ്. അടുത്തത് ലെവൽ 3 ആരാ വരുന്നത്? പുതിയ ഉപഭോക്താക്കളാണ് ലെവൽ 3 വരുന്നത്. അതിൽ പെടുന്നത് ആരാണ്? കാർണിവോഴ്സ് ആണ്. കാർണിവോഴ്സ് തിന്നുന്നത് ആരെയാണ്? ഹെർബിവോഴ്സിനെയാണ് തിന്നുന്നത്. അടുത്ത ലെവൽ 4 ആരാണ് വരുന്നത്? ടെർഷ്യറി കൺസ്യൂമേഴ്സ്, അതായത് തൃതീയ ഉപഭോക്താക്കളാണ് ലെവൽ 4 വരുന്നത്. തൃതീയ ഉപഭോക്താക്കളാണ് കാർണിവോഴ്സിനെ തന്നെ തിന്നുന്ന കാർണിവോഴ്സ് ആണ് വരുന്നത്. ഇതും കഴിഞ്ഞ് പോകുമ്പോൾ ആരാണ്? നമ്മൾ ആദ്യം പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ്. ഉത്പാദകർ എന്താ? നമ്മുടെ സൗരോർജ്ജത്തിന് ഡയറക്റ്റ് അവര് രാസോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തത് ലാസ്റ്റ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഇത് വെച്ചാണ് എൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡീകമ്പോസ് അല്ലെങ്കിൽ ഘടകരെ വെച്ചാണ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഡീകമ്പോസ് ചെയ്യുന്നത്. സ്ലൈഡ് ഓക്കെ ആവുമ്പോ പറയണേ. ശരി, അടുത്ത നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാസ്, അതായത് പുല്ല്. അത് പുൽച്ചാടി തിന്നുന്നു. ഈ പുൽച്ചാടീനെ തവള തിന്നുന്നു. ആ തവളയെ സ്നേക്ക് തിന്നുന്നു. ഈ പുൽച്ചാടി എന്ന് പറയുന്നത് പുല്ല് എന്ന് പറയുന്നത് എന്താണ്? ഉത്പാദകരല്ലേ. ഈ ഉത്പാദകരെ തിന്നുന്ന ഇതാണ് പുൽച്ചാടിയാണ് ആര്? പ്രൈമറി ഉപഭോക്താവ്, പ്രാഥമിക ഉപഭോക്താവ് എന്ന് പറയുന്നത്. അതിനെ തിന്നുന്ന തവള ദ്വിതീയ ഉപഭോക്താവ്, അതിനെ തിന്നുന്ന പാമ്പ് തൃതീയ ഉപഭോക്താവ്. അത് തന്നെ ഇത്. ഈ പ്ലാന്റ്സിനെ പലരും തിന്നുന്നു. ഇപ്പൊ ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. ഈ പാമ്പിനെ ആര് തിന്നുന്നു? ഈ പാമ്പിനെ വേണമെങ്കിൽ ഒരു പരുന്തിന് തിന്നാലേ, പരുന്ത് തിന്നുമല്ലേ. അപ്പൊ അത് ലെവൽ 4 ആണ്. തൃതീയ ഉപഭോക്താവാണത്, അല്ലേ? അതുപോലെ തന്നെ തിരിച്ച് ഇപ്പൊ ഒരു റാബിറ്റ് ആണ് തിന്നുന്നെങ്കിൽ, മുയലാണ് തിന്നുന്നെങ്കിൽ ആ മുയലിനെ കുറുക്കൻ തിന്നുന്നു. അപ്പം എന്താണോ ഇത് അതനുസരിച്ച് നിങ്ങൾക്ക് പോഷണ തലത്തിന് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ ഗ്രീൻ പ്ലാന്റ്, ഇപ്പൊ റാറ്റ് ആണ് തിന്നുന്നെങ്കിൽ ആ റാറ്റിനെ കാറ്റ് തിന്നുന്നു, ആ കാറ്റിനെ കീരി തിന്നുന്നു. ഓക്കെ, അപ്പം എന്താണോ സാധനം അതനുസരിച്ച് നിങ്ങൾക്ക്
എപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് ലെവലാണെന്ന് ആലോചിക്കുക. അവരാണ് പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദകർ. അവരെ വെച്ചാണ് ഭക്ഷ്യശൃംഖല തുടങ്ങുന്നത്. എൻഡ് ചെയ്യുന്നത് ഇവിടെ ഒന്നും വെച്ചല്ല, എൻഡ് ചെയ്യുന്നത് ആരാ? വിഘാടകരെ വെച്ചാണ്. എല്ലാ ജീവികളും എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് വിഘാടകരെ വെച്ചാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കാല്ലേ, ഈ വിഘാടകർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സൂക്ഷ്മജീവികളാണ്. അപ്പൊ വിഘാടകരിൽ പെടാത്ത സൂക്ഷ്മജീവി ഏതായിരിക്കും? വിഘാടകരിൽ പെടാത്ത സൂക്ഷ്മജീവി ഏതായിരിക്കും? അതെ, വൈറസ്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് അതിന്റെ വേറൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കാം. ദാണ്ട് ട്രീ ലീവ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇത് തിന്നുന്ന പുഴു പ്രൈമറി കൺസ്യൂമർ, പ്രാഥമിക ഉപഭോക്താവാണ്. അതിനെ തിന്നുന്ന അടുത്ത സെക്കൻഡറി കൺസ്യൂമർ, ദ്വിതീയ ഉപഭോക്താവാണ്. അതിനെ തിന്നുന്നത് തൃതീയ ഉപഭോക്താവ്. ഓക്കെ, അപ്പൊ ഇക്കോസിസ്റ്റവും ഭക്ഷ്യശൃംഖലയും ഒക്കെ ആണോ? ശരി, ഇനി അടുത്തത് നമ്മുടെ വർഗീകരണ ശാസ്ത്രമാണ്. ഇതിനകത്ത് ഒരുപാടൊന്നും നമ്മൾ പഠിക്കേണ്ട. ടാക്സോണമി എന്നാണ് അതിന് പറയുന്നത്. അതായത് ജീവികളെ കണ്ടെത്തുകയും അതിനെ ശാസ്ത്രീയമായിട്ട് തരംതിരിക്കുകയും ലോകമെമ്പാടും അംഗീകരിക്കത്തക്ക തരത്തിൽ പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്ര ശാഖയാണ് ജൈവ വർഗീകരണ ശാസ്ത്രം. അതായത് ഇപ്പം നമ്മളിപ്പോ ഇവിടെ നമ്മളെ മനുഷ്യർ എന്ന് പറയും, വേറൊരു സ്ഥലത്ത് വേറെ പേര് പറയും. അങ്ങനെ പല സ്ഥലത്താകുമ്പോൾ ഓരോ സാധനങ്ങൾക്കും പല പേരുകളാണ് നമ്മൾ പറയണേലേ. ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ വേണ്ട, തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ പല റീജിയനിൽ ഓരോ സാധനങ്ങൾക്കും ചിലപ്പോൾ പല പേരുകളല്ലേ പറയുന്നത്. അങ്ങനെ ലോകമെമ്പാടും ഒരേ സാധനത്തിന് ഒരേ തരത്തിലുള്ള ഒരു പേര് വേണം. ഇപ്പൊ നമുക്ക് കെമിസ്ട്രിയിൽ നിങ്ങൾ IUPAC നെയിമൊക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് ഇപ്പം ബൊട്ടാണിക്കൽ നെയിം പറയത്തില്ല. അത് അങ്ങനെ ജീവികളെ വർഗീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് കൃത്യമായിട്ടൊരു കണക്ക് ഓരോന്നിനും എല്ലായിടത്തും ശാസ്ത്രീയമായിട്ട് തരംതിരിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ജൈവ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ജീവികളെ കണ്ടെത്തുക, അതിനെ ശാസ്ത്രീയമായിട്ട് തരംതിരിക്കുക, എന്നിട്ട് ലോകമെമ്പാടും ഒരേ രീതിയിൽ അംഗീകരിക്കത്തക്ക തരത്തിൽ പേര് നൽകുക. അതാണ് ജൈവ വർഗീകരണ ശാസ്ത്രം. ഓക്കെ, അപ്പൊ ജൈവ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് കാൾ ലിനേയസ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാൾ ലിനേയസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഫാദർ ഓഫ് ടാക്സോണമി അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി എങ്ങനെ ചോദിച്ചാലും ആരാണ്? കാൾ ലിനേയസ് ആണ്. ഇദ്ദേഹമാണ് ഈ ജൈവ വർഗീകരണത്തിന് ഒരു സിമിലർ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഉള്ള എല്ലാ എണ്ണത്തിനെയും കൂടി ചേർത്ത് ഒരു ഗ്രൂപ്പാക്കി അതിനെ വർഗീകരിച്ച് മെയിൻ ഇത് കൊണ്ടുവന്ന ആളാരാണ്? കാൾ ലിനേയസ് ആണ്. ഇദ്ദേഹമാണ് ഈ ദ്വിനാമ പദ്ധതി എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നത്. അതായത് ഒരു ജീവിനെ നമുക്കൊരു ബൊട്ടാനിക്കൽ നെയിം അല്ലെങ്കിൽ ഒരു സുവോളജിക്കൽ നെയിം ഇടുമ്പോൾ ഒരു ജീനസ്, സ്പീഷീസ്, അങ്ങനെ ആദ്യത്തെ പേര് നമ്മള് ജീനസ്, ഇപ്പം രണ്ടാമത്തെ പേര് സ്പീഷീസ്. അതായത് ഇപ്പൊ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ സയന്റിഫിക് നെയിംസ് പറഞ്ഞല്ലേ, അതിനകത്തിപ്പം ഓക്കെ സയന്റിഫിക് നെയിംസിൽ പറയാം. മാംഗോയുടെ എന്തായിരുന്നു സയന്റിഫിക് നെയിം? മാംഗോ മാഞ്ചിഫെറ ഇൻഡിക്ക. അതിനകത്ത് മാഞ്ചിഫെറ എന്ന് പറയുന്നത് എന്താണ്? ജീനസ്. ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷീസ്. ഓക്കെ, ഇനി ചിലപ്പം ഓക്കെ അത് മതി. ഓക്കെ, മാഞ്ചിഫെറ ഇൻഡിക്കയിൽ അപ്പൊ ജീനസ് സ്പീഷീസും കിട്ടിയല്ലോ. ആദ്യത്തേത് ജീനസ്, രണ്ടാമത്തേത് സ്പീഷീസ്. അതാണ് ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ഈ ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നതും കാൾ ലിനേയസ് തന്നെയാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരുടെ? ജീവശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ബയോളജി? അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഫാദർ ഓഫ് സുവോളജി? അരിസ്റ്റോട്ടിൽ. ഫാദർ ഓഫ് ബോട്ടണി? തിയോഫ്രാസ്റ്റസ് ആണ്. അതെ, തിയോഫ്രാസ്റ്റസ്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് കൂടി നിങ്ങൾ എഴുതിയെടുത്തോ. ഈ സ്പീഷീസ് എന്ന് പറഞ്ഞ പദം ആരാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ ജോൺ റേ ആണ്. അതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പീഷീസ് എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്ന ആളാരാണെന്ന് ചോദിച്ചാൽ ജോൺ റേ. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഹിസ്റ്റോറിയ ജനറാലിയ പ്ലാന്റേ. ബുക്കിന്റെ പേരൊന്നുകൂടെ പറയാമോ? ഹിസ്റ്റോറിയ ജനറാലിയ പ്ലാന്റേ. ഹിസ്റ്റോറിയ ജനറാലിയ പ്ലാന്റേ. സ്പീഷീസ് ടേം കൊണ്ടുവന്ന ആള് ജോൺ റേ. ജോൺ റേ.
ഓക്കെ, ഈ സ്ലൈഡ് ഓക്കെ ആണോ? ശരി. അടുത്തത് നമ്മളിപ്പോ ഈ വർഗീകരണം പറഞ്ഞില്ല. അപ്പൊ ഈ വർഗീകരിക്കുമ്പോൾ ഓരോ എന്താണ് കോമൺ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ട് വർഗീകരിക്കുന്ന ആ ചാർട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ അതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ സ്പീഷീസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ സ്പീഷീസ്. അതിന് ഈ ഇങ്ങനെ പല ഓരോ സ്പീഷീസിലും പെട്ട കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ജീനസ് എന്ന് പറയും. ഈ ജീനസ് കോമൺ ആയിട്ട് എല്ലാം കൂടി ചേർത്ത് ഫാമിലി, അതിനെല്ലാം കൂടി കോമൺ ആയിട്ട് ചേർത്ത് ഓർഡർ എന്ന് പറയും. ആ ഓർഡറിനെ കോമൺ എല്ലാം ചേർത്ത് ക്ലാസ് എന്ന് പറയും. അതിനെല്ലാം കൂടി ചേർത്ത് ഫൈലം എന്ന് പറയും. ഇതിനെല്ലാം കൂടി ചേർത്താണ് നമ്മൾ കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, ആ കിങ്ഡം എന്ന് പറയുന്നത് നമുക്ക് പറയാലോ. ഇപ്പൊ സസ്യ കിങ്ഡം, പ്ലാൻ കിങ്ഡം ഒരിത്, അനിമൽ കിങ്ഡം വേറൊരിത്, അങ്ങനെ. അപ്പൊ ഈ അനിമൽ കിങ്ഡത്തിലും ഇതുപോലെ തന്നെ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഉണ്ടാവും. പ്ലാൻ കിങ്ഡത്തിലും അതുപോലെ തന്നെ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് ഡൊമൈൻ ലൈഫ് നിങ്ങൾ നോക്കണ്ട, അത് എല്ലാത്തിലും കോമൺ ആണ്. ലൈഫ് ഡൊമൈൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ വർഗീകരണ ശാസ്ത്രത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഘടകം ഏതെന്ന് ചോദിച്ചാൽ സ്പീഷീസ് ആണ്. ഏറ്റവും മോഡലിത്തെ ഏതെന്ന് ചോദിച്ചാൽ കിങ്ഡം ആണ്. ഇത് രണ്ടുമാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇതിന്റെ ഇടയ്ക്കുള്ളത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് ഓർക്കുക. ഈ വർഗീകരണ ശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ഘടകം എന്ന് പറയുന്നത് കിങ്ഡം ആണ്. ഡിവിഷൻ ഡിവിഷൻ ഉണ്ടായിരുന്നു. അത് ഈ ക്ലാസ്, ഡിവിഷൻ അങ്ങനെ ചേർത്താണ് പറയുന്നത്. കിങ്ഡം ഓഫ് സ്പീഷീസ് ഓർക്കുക കേട്ടോ. ഇടയ്ക്കുള്ളത് പഠിക്കാൻ പറ്റുമെന്നുള്ളവർ പഠിക്കാം. ഓക്കെ, ചാർട്ട് ഓക്കെ ആണോ? ശരി, അടുത്തത് നമ്മുടെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണ്. അതായത് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് വംശനാശം സംഭവിച്ചതും വംശനാശം സംഭവിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ജീവികളെയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള 4 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ഹിമാലയാസ് ആണ്, പിന്നെ ഒന്ന് പശ്ചിമഘട്ടമാണ്, പിന്നെ ഇൻഡോ ബർമ റീജിയൻ ആണ്, പിന്നെ ഒന്ന് സുണ്ടാലാൻഡ്സ് എന്ന് പറയും. ഈ സുണ്ടാലാൻഡ്സിലാണ് നമ്മുടെ നിക്കോബർ ഐലൻഡ്സ് ഒക്കെ ഉൾപ്പെടുന്നത്. ഇത് കൂടാതെ ഇതിൽ മലേഷ്യ, തായ്ലാന്റ് ആ രാജ്യങ്ങളിലെ കുറെ പ്രദേശങ്ങളും ഉണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഇത് എന്തുകൊണ്ട് റിലവന്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ള നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലുള്ള 4 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണ് ഹിമാലയാസ്, പശ്ചിമഘട്ടം. ഹിമാലയാസ് എന്ന് പറയുമ്പോൾ മെയിൻലി നോർത്ത് ഈസ്റ്റേൺ ഹിമാലയാസ്, പിന്നെ വെസ്റ്റേൺ ഗട്ട്സ് അതായത് പശ്ചിമഘട്ടം, പിന്നെ ഇൻഡോ ബർമ റീജിയൻ, പിന്നെ സുണ്ടാലാൻഡ്സ്, നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉൾപ്പെടുന്ന സുണ്ടാലാൻഡ്സ്. വേഗം നോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെട്ട കേരളത്തിലെ പ്രദേശം ഇതിലേതായിരിക്കും? പശ്ചിമഘട്ടം. ഓക്കെ, സ്ലൈഡ് ഓക്കെ ആണോ? ശരി. ഓക്കെ, അടുത്ത 2 പേഴ്സണാലിറ്റീസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് കല്യാൺ പൊക്കുട, നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന എന്താണ്? പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ മണ്ണിര അല്ലടോ. കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന അതാണ് മണ്ണിര. പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് കണ്ടൽ കാടുകളാണ്. കണ്ടൽ വനങ്ങൾ അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ. ഓക്കെ, ഈ കണ്ടൽ കാടുകൾ എന്ന് പറയുന്ന പേര് കേട്ടാലേ നിങ്ങൾ ഒറ്റ ആളുടെ പേര് ഓർത്താൽ മതി, അത് കല്യാൺ പൊക്കുടനാണ്. ഓക്കെ, അപ്പൊ പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടൽ കാടുകൾ സംരക്ഷിക്കുകയും അത് നശിപ്പിച്ചാലുള്ള ഭവിഷ്യത്തുകളെ പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്ത മലയാളിയായിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു കല്യാൺ പൊക്കുടൻ. കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം മരിച്ചു പോയായിരുന്നു. കണ്ണൂർ ജില്ലക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം.
സ്ഥിരമായിട്ട് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഈ കല്യാൺ പൊക്കുടനൊക്കെ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന അതേതാണ്? മംഗളവനം. മംഗളം. മംഗളം. ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അതുപോലത്തെ സാധനങ്ങളെല്ലാം റിലേറ്റ് ചെയ്ത് ഓർക്കണേ. ഓക്കെ, അപ്പൊ കല്യാൺ പൊക്കുടൻ ഓക്കെയാണോ? ഇദ്ദേഹം ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. എന്തോ ഒരു കരിയോ എന്നൊക്കെ പറഞ്ഞൊരു ക്യാരക്ടറിൽ. അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിക്കോണം. ഓക്കെ, അപ്പൊ കല്യാൺ പൊക്കുടന്റെ ആത്മകഥ എന്താണ്? കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. പ്രകൃതിയിലെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് കണ്ടൽക്കാട്. കണ്ടൽക്കാട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കണ്ണൂര്. ഓക്കെ, അടുത്ത മെയിൻ പേഴ്സണാലിറ്റിയാണ് റേച്ചൽ കേഴ്സൺ. ഓക്കെ, ഇദ്ദേഹം ഒരു ലേഡിയാണ്. അമേരിക്കൻ സമുദ്ര ജൈവശാസ്ത്രജ്ഞയുമായിരുന്നു, അതുപോലെ തന്നെ ഹരിത സാഹിത്യകാരിയുമായിരുന്നു. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. ഓക്കെ, ഇത് സ്ഥിരം ചോദിക്കുന്നതാണ്, സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. ഇതിനകത്ത് ഈ പുസ്തകത്തിൽ എന്താണ് പരിസ്ഥിതി പ്രശ്നങ്ങളും അതുപോലെ തന്നെ കീടനാശിനികളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള ദൂഷ്യവശങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇവരുടെ ഈ പുസ്തകത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് 1972 അമേരിക്കയിൽ DDT പോലുള്ള കീടനാശിനികൾ നിരോധിച്ചത്. ഓക്കെ, ഈ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ബുക്ക് ഈ അടുത്തിടെ ഇന്നലെ ഇന്നോ നടന്ന മറ്റേ സെറ്റിന്റെ ഒരു പരീക്ഷ ഉണ്ടല്ലോ, അതിനകത്തും ചോദിച്ചായിരുന്നു. എന്തായിരുന്നു? അതായത് പരിസ്ഥിതിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചോ. പരിസ്ഥിതിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. സ്ലൈഡ് ഓക്കെ ആണോ? ശരി, അപ്പൊ നമ്മുടെ പരിസ്ഥിതി എന്ന് പറഞ്ഞ ടോപ്പിക് ഇവിടെ തീരുവാണെങ്കിൽ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പൊ ഇതിൽ നിന്ന് അത്യാവശ്യം ചോദിക്കുന്ന സാധനങ്ങളും പ്രീവിയസും SCRT എല്ലാം കൂടി ചേർത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എക്കോസിസ്റ്റം മുതൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇക്കോളജി മുതൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. വേർഡ് ഇക്കോളജി ഏണസ്റ്റ് ഹേക്കലാണ്. ഫാദർ ഓഫ് മോഡേൺ ഇക്കോളജി യൂജിനോഡം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് റാംഡിയോ മിശ്ര. അതുപോലെ ഇക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞ പദം കൊണ്ടുവന്ന ആർത്തർ ട്രാൻസ്ലിയാണ്. അതിന്റെ ഡെഫിനിഷൻ കൊണ്ടുവന്ന യൂജിൻ പി ഓഡോ ഹൊവാർഡ് ടി ഓഡോവുമാണ്. ഉൽപാദകര് മുതൽ വിഘാടകര വരെയാണ് ഇതിന്റെ ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉൽപാദകർ പറഞ്ഞു, പ്രാഥമിക ഉപഭോക്താക്കൾ പറഞ്ഞു, ദ്വിതീയ ഉപഭോക്താക്കൾ പറഞ്ഞു, തൃതീയ ഉപഭോക്താക്കൾ പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. വർഗീകരണ ശാസ്ത്രം പറഞ്ഞു, അതിന്റെ പിതാവ് കാർൽ ലിനേയസ് ആണ്. പിന്നാമ്പ പദ്ധതി ജീനസ് സ്പീഷീസ് പറഞ്ഞു. പിന്നെ നമ്മൾ ടാക്സോണമിയുടെ ഓർഡർ പറഞ്ഞു. പിന്നെ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ്? ഹിമാലയാസ്, വെസ്റ്റേൺ ഗട്ട്സ്, ഇൻഡോബർമ റീജിയൻ, സുണ്ടാലാൻഡ്സ് പറഞ്ഞു. പിന്നെ കല്യാൺ പൊക്കുടൻ കണ്ണൂർ ഇതാണ് പ്രകൃതി ശ്വാസകോശം എന്നറിയപ്പെടുന്ന കണ്ടൽക്കാടുകളുടെ സംരക്ഷകനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. അടുത്ത പേഴ്സണാലിറ്റി നമ്മൾ പറഞ്ഞ റേച്ചൽ കേഴ്സൺ ആണ്. അമേരിക്കക്കാരിയാണ്, ഹരിത സാഹിത്യകാരിയാണ്. അവരുടെ പുസ്തകം ഫേമസ് ബുക്കാണ് നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. പരിസ്ഥിതിയുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പുസ്തകത്തിൽ നിന്നുള്ള ഉൾക്കൊണ്ടുകൊണ്ടാണ് 1972 അമേരിക്കയിലെ DDT പോലുള്ള കീടനാശിനികൾ നിരോധിച്ചത്. ഓക്കെ, അപ്പൊ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ആ ടോപ്പിക് നമ്മൾ തീർന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ നിങ്ങൾ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിക്കുമല്ലോ? അതിന് എന്ത് ചോദിച്ചാലും ആർക്കും അനക്കൂല്ലേ? നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കൂലേ അതിന് എന്ത് ചോദിച്ചാലും? ഓക്കെ, അതെ അതെ, ആമസോൺ കാർഡ്, അതെ അതെ. ഓക്കെ, നമ്മളപ്പോ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്
രണ്ട് മൂന്ന് ചെറിയ ചെറിയ ടോപ്പിക്സുകൾ ഉള്ളൂ. പിന്നെ മനുഷ്യ ശരീരം ഓടിച്ച് നമുക്കൊന്ന് വേഗം എടുത്ത് തീർക്കാം. ഇനി മെയിൻ ഒരു ടോപ്പിക് ഇതിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അടുത്ത മെയിൻ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ആരോഗ്യ കിരണം. ഓക്കെ, ആരോഗ്യ കിരണം. ആരോഗ്യ കിരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇതിനകത്ത് കുറെ പേരുകളുണ്ട്. ഇങ്ങനെ ഒത്തിരി പേരുകൾ വരും. അപ്പൊ എന്തെങ്കിലും ഒരു കോഡിട്ട് നിങ്ങൾ തന്നെ തമ്മിൽ ഓർക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക. കാരണം മിക്ക പദ്ധതികളും സിമിലർ ആയിരിക്കും, പക്ഷെ പേര് ഡിഫറൻസ് ഉണ്ടാവും. ചെറിയ മാറ്റങ്ങളെ കാണുള്ളൂ എന്തെങ്കിലുമൊക്കെ. അപ്പം ഞാനിത് മാക്സിമം ഞാൻ പറയാം. എന്നാലും അതിന്റെ കൂടെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാനുള്ള കോഡുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണേ. ഓക്കെ, ആരോഗ്യ കിരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. 18 വയസ്സ് താഴെയുള്ള എല്ലാവർക്കും, അതായത് നമ്മളിപ്പം ഇത് പറയുന്നത് 18 വയസ്സ് താഴെയുള്ള എല്ലാവരും കുട്ടികൾ എന്നാണല്ലോ പൊതുവേ പറയുന്നത്. അതായത് ബിലോ അഡോളസൻസ് 18 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും APL BPL അങ്ങനെ ഒരു നിബന്ധനകളും ഇല്ലാണ്ട്, കാശുള്ളവരുന്നോ കാശില്ലാത്തവരുന്നോ അങ്ങനത്തെ ഒരു ഇതും ഇല്ലാണ്ട് എല്ലാവർക്കും ഉള്ള ഫ്രീ ട്രീറ്റ്മെന്റ് ഉൾക്കൊള്ളിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. ഇതിപ്പം റെലവെന്റ് ആണെന്ന് എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് സെൻട്രലി സ്പോൺസർ ആയിട്ടുള്ള രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം എന്ന് പറഞ്ഞ പ്രോഗ്രാം ആയിട്ട് ഇത് ക്ലബ് ചെയ്താണ് ഇപ്പൊ ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം APL BPL താരതമ്യ ഭേദമില്ലാതെ 18 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഇത് നിങ്ങൾ പഠിക്കുമ്പം ഈ ഇത്രയും സെന്റൻസുകൾ ഇങ്ങനെ ആക്കി എഴുതി വെക്കാണ്ട്, ഇപ്പം ഞാൻ അങ്ങനെ എഴുതി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഒന്ന് എഴുതാം, ഒന്ന് ഓൾ ബിലോ 18 ഇയേഴ്സ്. പിന്നെ അടുത്ത നിങ്ങളുടെ എന്താ APL BPL ഡിവിഷൻ ഇല്ല. അടുത്ത എന്താ ഫ്രീ ട്രീറ്റ്മെന്റ്. അടുത്ത എന്താ പോയിന്റ് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് എടുത്ത് നോക്കുമ്പോൾ എക്സാമിന്റെ ഒക്കെ തലേന്ന് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ പോയിന്റ് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത് കാണുമ്പോൾ ആരോഗ്യ കിരണം മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും ഓരോന്ന് എന്താണ്. ഇപ്പൊ ഞാനിത് തുടക്കം പറയുന്നത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. 2-3 കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ ആരോഗ്യ കിരണം എന്തായിരുന്നു? എല്ലാവർക്കും ഫ്രീ ട്രീറ്റ്മെന്റ് ആണല്ലേ. എത്ര വയസ്സ് താഴെയുള്ളവർക്ക്? 18 വയസ്സ് താഴെയുള്ള എല്ലാവർക്കും. APL BPL വ്യത്യാസം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഏത് സ്കീമായിട്ടാണ് ഇത് ക്ലബ് ചെയ്തിരിക്കുന്നത്? രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം. സ്ലൈഡ് ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ഈ 2 സ്കീമുകളും കൂടി നമ്മൾ ഒരുമിച്ച് ക്ലബ് ചെയ്താണ് പഠിക്കുന്നത്. ഒന്ന് സ്വാസ്ഥ്യം, ഒന്ന് സുകൃതം. ഓക്കെ, രണ്ടും ക്യാൻസർ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട സ്കീമുകളാണ് രണ്ടും. പക്ഷെ രണ്ടും 2 തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്വാസ്ഥ്യം ആദ്യം നോക്കാം. സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ ആൻഡ് ഇറ്റ്സ് ഏർലി ട്രീറ്റ്മെന്റ് ആണ്. അതായത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ ഇനി അഥവാ ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റുമല്ലേ? നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറ്റും. 3rd 4th ഒക്കെ ആയി അറിയാതായി ക്യാൻസർ ഉണ്ട് എന്ന് അറിയാതായി പോയി കഴിഞ്ഞാലാണ് പിന്നീട് അത് പിന്നെ സെക്കൻഡറി ആയിട്ട് പല ഓർഗൻസിനെയൊക്കെ ബാധിച്ച് പിന്നെ ട്രീറ്റ്മെന്റ് ഡിഫിക്കൽട്ട് ആയി പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് RCCയും അതുപോലെ കുടുംബശ്രീയും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണിത് സ്വാസ്ഥ്യം. ക്യാൻസറിനെ ഇപ്പൊ തിരുവനന്തപുരത്ത് അങ്ങനെയാണ് നടത്തുന്നത്. അതുപോലെ പിന്നീട് അങ്ങോട്ട് ഇനി എല്ലായിടത്തും അത് അതുപോലെ തന്നെ സ്പ്രെഡ് ആവും. ഓക്കെ, അപ്പൊ ക്യാൻസറിനെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ ഇനി അഥവാ ക്യാൻസർ ഉണ്ടെങ്കിൽ അതിന്റെ ഏർലി ട്രീറ്റ്മെന്റ്, അതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ചികിത്സ സാധ്യമാക്കാനുമുള്ള പദ്ധതിയാണ് എന്ത്? സ്വാസ്ഥ്യം. ഇനി അടുത്ത പദ്ധതി നോക്കിയേ, സുകൃതമാണ്. സുകൃതം. ഈ സുകൃതം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഓൾറെഡി ക്യാൻസർ വന്നിട്ടുള്ള പേഷ്യൻസിനായിട്ടുള്ള ഫ്രീ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് സുകൃതം എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെയാണ് അവൈലബിൾ ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ എല്ലാ BPL റേഷൻ കാർഡ് ഹോൾഡേഴ്സിനും ഇതിന് കിട്ടാനുള്ള അർഹതയുണ്ട്. മാക്സിമം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ വരെയാണ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഗുഡ്വിൽ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയാണ്. ഓക്കെ, മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, പഴയകാല ഒരു സിനിമയുണ്ട് സുകൃതം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് ക്യാൻസർ ട്രീറ്റ്മെന്റ് മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ സ്വാസ്ഥ്യം സുകൃതം തിരിഞ്ഞു പോവല്ലേ. ഒന്ന് പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ. സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വസ്ഥനായിട്ട് ഇരിക്കുന്നില്ല, അപ്പൊ നമുക്ക് ക്യാൻസർ ഒന്നും ഇല്ലെന്ന് ഓർക്കാം. സുകൃതം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ഇതിനകത്ത് സുകൃതം മാത്രം ഒട്ടുമിക്ക പേരും പഠിക്കത്തുള്ളൂ. ക്യാൻസർ കാണും, പിന്നെ ക്യാൻസർ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ഓടിക്കേറി സുകൃതം എഴുതും. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ പ്രിവെൻഷൻ അതുപോലെ ഏർലി ട്രീറ്റ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം സ്വാസ്ഥ്യമാണ്. സ്വാസ്ഥ്യം. സ്ലൈഡ് ഓക്കെ ആണോ?
ശരി. ഓക്കെ, അടുത്തത് നമ്മൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ്. അതാണ് ക്യാൻസർ സുരക്ഷ എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നേരത്തെ നമ്മൾ മറ്റേ ആരോഗ്യ കിരണമൊക്കെ പറഞ്ഞില്ലേന്ന്, അതിനകത്ത് 18 വയസ്സ് താഴെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നിനും കൃത്യമായി ചോദിക്കുക. അത് നമ്മൾ പറഞ്ഞത് 18 വയസ്സിൽ താഴെ ഉള്ളത് തന്നെ, പക്ഷെ ഏത് തരത്തിലുള്ള രോഗം അങ്ങനെയൊന്നും പറഞ്ഞില്ല. എല്ലാവർക്കും സൗജന്യമായ ചികിത്സ തന്നെയാണ്. ഇത് സ്പെസിഫിക്കലി ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം ക്യാൻസർ സുരക്ഷ. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ഓക്കെ അല്ലേ? ശരി, അടുത്ത നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രോജക്റ്റ് ആണ് മൃതസഞ്ജീവനി. നിങ്ങൾക്ക് അറിയാലേ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ആണ്, അവയവദാന പദ്ധതിയാണ്. ഇതിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ഷെയർ ഓർഗൻസ് സേവ് ലൈവ്സ്. ഷെയർ ഓർഗൻസ് സേവ് ലൈവ്സ്. ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്തത് ഇതുപോലൊരു പദ്ധതിയാണ് ശുഭയാത്ര. ശുഭയാത്ര എന്ന് പറയുന്നത് നമ്മുടെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡറും മോഹൻലാലാണ്. ഓക്കെ, ഈ സ്ലൈഡ് തീരുമ്പോൾ എല്ലാവരും ഒന്ന് പറയണേ. മൃതസഞ്ജീവന എല്ലാവർക്കും അറിയാം, അവയവദാന പദ്ധതിയാണ്. മിക്കവാറും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ എല്ലാ അവയവദാന പദ്ധതിയായിട്ടാണ്. സ്ലോഗൻ ഷെയർ ഓർഗൻ സേവ് ലൈവ്സ്. മോഹൻലാലാണ്. ശുഭയാത്ര റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അതും മോഹൻലാലാണ്. ഓക്കെ, സ്ലൈഡ് തീർന്നോ? ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശുഭയാത്ര എന്ന് പറഞ്ഞ് വേറൊരു പദ്ധതിയും കൂടി ഉണ്ട്. അത് ജസ്റ്റ് ഇതിനകത്ത് നോട്ട് ചെയ്തോളൂ. അത് ഞാൻ പറയാം, പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അതായത് വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആണ് അത് നടത്തുന്നത്. ചലന വൈകല്യമുള്ളവർക്കായിട്ടുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ്. അതിന്റെ പേരും ശുഭയാത്ര എന്നാണ്. ഓക്കെ, അപ്പം ഇനി എഴുതിക്കോളൂ. വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആണ് ഇത് നടത്തുന്നത്. ശുഭയാത്ര വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടത്തുന്ന പദ്ധതിയാണ്. കേരള സർക്കാരുമായിട്ട് ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ് ശുഭയാത്ര. വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ. ഓക്കെ, അതിന്റെ എയിം എന്താണ്? ചലന വൈകല്യമുള്ളവർക്കായിട്ടുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ്. ചലന വൈകല്യമുള്ളവർക്കായിട്ടുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ്. ചലന വൈകല്യമുള്ളവർക്കായിട്ടുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ്. ചലന വൈകല്യമുള്ളവർക്കായിട്ടുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ് ശുഭയാത്ര. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ എന്തൊക്കെയാ? മൃതസഞ്ജീവനി പറഞ്ഞു, ഒന്ന് അവയവദാന പദ്ധതിയാണ്. ഇതിന്റെ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ ഷെയർ ഓർഗൻസ് സേവ് ലൈവ്സ്. ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. ഇനി അടുത്ത ശുഭയാത്ര പദ്ധതി പറഞ്ഞു, അതെന്താണ്? റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. അടുത്തൊരു ശുഭയാത്ര പദ്ധതി നമ്മൾ എന്താണ് പറഞ്ഞത്? വികലാംഗ ക്ഷേമ കോർപ്പറേഷനും കേരള സർക്കാർ ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ്. ചലന വൈകല്യമുള്ളവർക്കായിട്ടുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ് ശുഭയാത്ര. ചലന വൈകല്യമുള്ളവർക്കായിട്ടുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതി ശുഭയാത്ര. ഓക്കെ ആണോ? ശരി, ഇനി അടുത്തതാണ് ഡയലേ ഡോക്ടർ പദ്ധതി. ഓക്കെ, ഡയലേ ഡോക്ടർ അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കോൾ സെന്റർ ആയിട്ടുള്ള ദിശ എന്ന് പറഞ്ഞ കോൾ സെന്റർ വഴിയിട്ട് ഏത് സമയവും ഡോക്ടർ അവൈലബിൾ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഡയലേ ഡോക്ടർ എന്ന് പറയുന്നത്. ഈ ടോൾ ഫ്രീ നമ്പർ നിങ്ങൾ പഠിക്കണം. ഇത് 1056 1056 ആണ്. ഇങ്ങനെ എല്ലാത്തിനും ഓരോ ടോൾ ഫ്രീ നമ്പർ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, അതുപോലെ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ, പോലീസ് നമ്പർ, അങ്ങനെ ഓരോന്നും ഉണ്ട്. അതുപോലെ ഡയലേ ഡോക്ടർ നിങ്ങൾ പഠിക്കണം. അത് 1056 ആണ്. ഓക്കെ, എപ്പോഴും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, അതുപോലെ ഫസ്റ്റ് എയ്ഡ്, അതുപോലെ വാക്സിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ് എല്ലാം ഈ നമ്പറിൽ ഡയൽ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
ഡയലേ ഡോക്ടർ പദ്ധതി. അനുയാത്ര അതില്ല. അനുയാത്ര ഈ ഭിന്നശേഷിക്കാർക്കായിട്ട് ഉള്ള പദ്ധതി തന്നെയാണ്. പക്ഷെ അത് പറയാം, ഉണ്ട്, നമുക്ക് ഇനിയുണ്ട്. അത് ഈ ശുഭയാത്ര എന്ന് പറയുന്ന വീൽ ചെയർ കൊടുക്കുന്നതാണ്. അനുയാത്ര എന്ന് പറഞ്ഞാൽ ഇവരുടെ മൊത്തത്തിലുള്ള വികസനം, ഭിന്നശേഷിക്കാരുടെ ഈ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള എല്ലാവരുടെയും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വികസനം, അവരെ എല്ലാ സ്പിയേഴ്സ് ഓഫ് ലൈഫിലും കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്നത്. ഇവർ ഭിന്നശേഷിക്കാരുടെ തന്നെയാണ്. സ്ലൈഡ് ഓക്കെ ആണോ? ശരി. അടുത്തത് ഇതുപോലെ കൺഫ്യൂഷൻ ഉള്ള കുറച്ച് ഏരിയാസ് ആണ്. ആദ്യത്തെ ഇപ്പൊ നമ്മള് കേൾവിയായിട്ട് ബന്ധപ്പെട്ട 2-3 പദ്ധതികളാണ് ഇനി പറയുന്നത്. ആദ്യത്തെ നോക്കാം, ശ്രുതി തരംഗം. ഓക്കെ, ശ്രുതി തരംഗം എന്താ? കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെവി പഠിച്ചപ്പോ പഠിച്ചില്ലേ, നമുക്ക് കേൾവി നമുക്ക് പ്രായോഗികമാക്കാൻ സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ്? കേൾവി. ഓക്കെ, അപ്പം ഈ ശ്രുതി തരംഗത്തിൽ എന്താ, കേൾവി ശക്തി ഇല്ലാത്തവർക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താലേ കേൾവി ഉണ്ടാവുള്ളൂ. അപ്പൊ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീമാണ് എന്ത്? ശ്രുതി തരംഗം. അപ്പൊ എന്താണ്, ഫ്രീ ആയിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്ക്. അപ്പം 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പറയുന്നത്. ശരിക്കും 5 വയസ്സല്ല, ശരിക്കും 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പറയുന്നത്. പിന്നീടും അവർക്ക് ഇപ്പൊ 3 വയസ്സിനുള്ളിൽ തന്നെ ചികിത്സ ആദ്യമേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പക്ഷെ ഒരു പക്ഷേ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്താൻ പറ്റിയില്ലെങ്കിൽ 5 വയസ്സ് വരെ ഇത് നടത്തി കൊടുക്കും. അപ്പം ഓപ്ഷനിൽ ഇപ്പൊ 5 വയസ്സാണെങ്കിൽ നിങ്ങൾ 5 വയസ്സ് തന്നെ എഴുതുക, 5 വയസ്സില്ലെങ്കിൽ നിങ്ങൾ 3 വയസ്സിന് എഴുതുക. ഓക്കെ, അപ്പൊ ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീമാണ്. കേൾവി ശക്തി കുറവായിട്ടുള്ള ഡെഫ് ആയിട്ടുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് ഫ്രീ ആയിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്ന സ്കീമാണ് എന്ത്? ശ്രുതി തരംഗം. ഓക്കെ, ഇനി അടുത്ത ഇതിനോട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണ് എന്ത്? ധ്വനി എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത പേഷ്യൻസിന്, ചെയ്ത ആൾക്കാർക്ക് ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പ്രോജക്റ്റ് ആണ് എന്ത്? ധ്വനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് എൻഷുർ ചെയ്യാനുള്ള പ്രോജക്റ്റ് ആണ് എന്ത്? ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീം എന്താണ്? ശ്രുതി തരംഗം. അപ്പൊ രണ്ടും തെറ്റാണ്ട് മാറിപ്പോവാതെ പഠിക്കണേ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ ശ്രുതി തരംഗം പറഞ്ഞു, ധ്വനിയും പറഞ്ഞു. ഇനി അടുത്തത് നവജാത ശിശുവിന്റെ ശ്രവണ വികാസം പരിശോധിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി 4 വയസ്സാകുമ്പോൾ സാധാരണ സ്ഥിതിയിൽ എത്തിക്കുന്ന പദ്ധതിയാണ് എന്ത്? കാതോരം. ഓക്കെ, അതായത് ജനിക്കുമ്പോ തന്നെ നമ്മളിപ്പം കുട്ടിക്ക് കേൾവി ശക്തി ഉണ്ടോ എന്ന് അറിയാൻ അതിന് ഇപ്പൊ പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ കല്ല് ഇടിച്ചു നോക്കും, അല്ലെങ്കിൽ കൈകൊട്ടി നോക്കും, അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഡയറക്റ്റ്ലി നമ്മൾ ചെവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നവജാത ശിശുവിന്റെ ശ്രവണ വികാസം പരിശോധിച്ച് വിദഗ്ധ ചികിത്സ, അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയിട്ട് 4 വയസ്സിനുള്ളിൽ തന്നെ സാധാരണ സ്ഥിതിയിൽ എത്തിക്കുന്ന പദ്ധതിയാണ് എന്ത്? കാതോരം. നവജാത ശിശുവിന്റെ ശ്രവണ വികാസം പരിശോധിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കും. ആ പോയിന്റ് എഴുതി കഴിയുമ്പോൾ എല്ലാവരും പറയണേ. ശരി, അതിന്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതിക്കോളാം ശ്രുതി മധുരം. അതായത് കേൾവിശക്തി കുറവുള്ള ആൾക്കാർക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ കൊടുക്കുവാനുള്ള പദ്ധതിയാണ് എന്ത്? ശ്രുതി മധുരം. കേൾവിശക്തി കുറവുള്ള ആൾക്കാർക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ്
ശ്രുതി മധുരം, അതായത് അവർക്ക് കംപ്ലീറ്റ്ലി കേൾവിശക്തി കുറവായിരിക്കില്ല. ചിലപ്പോൾ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ച് അവർക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും, കുറച്ചൊക്കെ കേൾവിശക്തി വരുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെവിക്ക് മാത്രമേ പ്രശ്നമുള്ളവരുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ചെവി മാത്രമായിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്താതെ ഒരു ചെവിയിലെ ഹിയറിംഗ് എയ്ഡ് വെച്ച് ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ശ്രവണ സഹായ ഉപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് ശ്രുതി മധുരം. കേൾവിശക്തി കുറവുള്ള ആളുകൾക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതി ശ്രുതി മധുരം. ഓക്കെ അല്ലേ? അപ്പൊ ചെവിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ 4 പദ്ധതികൾ പറഞ്ഞു. ഒന്ന് ശ്രുതി തരംഗം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീമാണ്, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. 5 വയസ്സ് മുതൽ അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. ധ്വനി പ്രോജക്ട് ഉണ്ടായിരുന്നു. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാർക്കുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടോ എന്ന് ഇൻഷുർ ചെയ്യുന്ന പദ്ധതിയാണ് എന്ത്? ധ്വനി പ്രോജക്ട്. നവജാത ശിശുവിന്റെ ശ്രവണ വികാസം പരിശോധിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയിട്ട് 4 വയസ്സാകുമ്പോൾ സാധാരണ സ്ഥിതിയിൽ എത്തിക്കുന്ന പദ്ധതിയാണ് കാതോരം. അതുപോലെ തന്നെ കേൾവിശക്തി കുറവുള്ള ആൾക്കാർക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? ശ്രുതി മധുരം. ഓക്കെ, അപ്പൊ ശ്രുതി മധുരം ഓക്കെ അല്ലേ? ഇനി അടുത്ത പദ്ധതിയാണ് ചിരി. ഓക്കെ, ചിരി അത് നമ്മുടെ കുട്ടികളിലെ ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ചിരി എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികളിലുള്ള ആത്മഹത്യാ പ്രവണത, അതായത് ഇപ്പം ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നടന്നില്ലേ. ഇപ്പൊ ഒരു റിമോട്ട് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റിമോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് 10 വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ പഠിക്കാൻ പറഞ്ഞിട്ട് അമ്മ തല്ലിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒത്തിരി കേസുകൾ പോരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഇതെല്ലാം കുറച്ച് സ്കൂളുകളിൽ നിന്ന് തന്നെ കൗൺസിലിങ്ങും അതുപോലെ തന്നെയുള്ള ഒരു മാനസിക വികാസം ഉണ്ടാക്കി അവരെ ആത്മഹത്യാ പ്രവണത, കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കുക, ബോധവൽക്കരണ പരിപാടികളെല്ലാം നടത്തി അവരെ കൂടുതൽ ആക്ടിവിറ്റീസിലെല്ലാം എൻഗേജ്ഡ് ആക്കി അവരിലെ ആത്മഹത്യ പ്രവണത കുറയ്ക്കാനുള്ള ഒരു പദ്ധതിയാണ് ചിരി. ചിൽഡ്രൻ ചിരി എന്ന് ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ശരി, അടുത്ത പദ്ധതിയാണ് ജീവനി. ഓക്കെ, ജീവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇതുപോലെ ആത്മഹത്യാ പ്രവണതകളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ജീവനി എന്ന് പറയുന്നത്. അതായത് അവരുടെ മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം കൂട്ടി അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് കോളേജ് സ്റ്റുഡൻസിന്, കലാലയ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും അവരുടെ മാനസിക വികാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ജീവനി. ഓക്കെ, ടു ഇംപ്രൂവ് അവയർനെസ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ഹെൽത്ത് among കോളേജ് സ്റ്റുഡൻസ്. അതിനോടൊപ്പം തന്നെ അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അവിടെ ഇതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ ചെന്ന് കൗൺസിലിംഗ് നടത്തുകയും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരുപാട് കലാലയ അക്രമങ്ങളും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആത്മഹത്യാ പ്രവണതകളും കാണുന്നുണ്ട്. അപ്പൊ അതെല്ലാം കുറയ്ക്കുക, അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവനി. ജീവനി. അടുത്ത പദ്ധതിയാണ് സ്നേഹക്കൂട്. സ്നേഹക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മാനസിക വിഭ്രാന്തി വന്നവര്, ചികിത്സ നേടി ഭേദമായവര്, അവർക്കുള്ള പുനരധിവാസ പദ്ധതിയാണ് എന്ത്? സ്നേഹക്കൂട്. അതായത് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും ഈ പുറത്ത് വന്നിട്ടുള്ള ഈ രോഗികളെ ചിലപ്പോൾ അവരുടെ വീട്ടുകാരൊന്നും ചിലപ്പം ഒരിക്കൽ മാനസിക രോഗി ആയവരെ ചിലപ്പം ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഇനിയിപ്പം ഒരു പക്ഷെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്താലും ചിലപ്പോൾ അവർക്ക് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നാട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ അങ്ങനത്തേക്ക് എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരെയൊക്കെ നമ്മുടെ കേരള സർക്കാർ തന്നെ പാലിക്കാനുള്ള ഒരു പദ്ധതി, അവർക്കുള്ള പുനരധിവാസ പദ്ധതിയാണ് എന്ത്? സ്നേഹക്കൂട്. ഇത് നിങ്ങൾ റീസെന്റ് ആയിട്ട് പത്രത്തിലൊക്കെ വായിച്ചു കാണുമല്ലേ? നമ്മുടെ ജയസൂര്യക്ക് ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു, എന്നാലും അതൊരു വാർത്തയായിട്ട് വന്നായിരുന്നു. അതാണ് സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി. ഓക്കെ, അപ്പൊ കുട്ടികളുടെ ആത്മഹത്യ പ്രവണത കുറയ്ക്കാനുള്ള പദ്ധതി ഏതായിരുന്നു?
ശരി. ചിരി. ഓക്കെ. കോളേജ് സ്റ്റുഡൻസിന്റെ ആണെങ്കിലോ? ജീവനി. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നവർക്കുള്ള പുനരധിവാസ പദ്ധതി ഏതാണ്? സ്നേഹക്കൂട്. ഓക്കെ. ഇനി അടുത്ത പദ്ധതിയാണ് സീതാലയം. ഓക്കെ. ഇത് ആദ്യമായിട്ട് നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു ഹോമിയോപ്പതി, അതായത് ഒരു ലിംഗനിർണയമല്ല, ലിംഗഭേദ പ്രകാരമുള്ള ഒരു സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്ത്? ഹോമിയോപ്പതി ആദ്യമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ സീതാലയം എന്ന് പറയുന്നത്. ഇത് സ്ത്രീകളുടെ മാനസിക, ശാരീരിക, സാമൂഹിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. സ്ത്രീകളുടെ മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ഓക്കെ. അതായത് ശാരീരികാരോഗ്യം മാത്രം പോരല്ലോ, മാനസികാരോഗ്യം, അതുപോലെ സാമൂഹികാരോഗ്യം, സാമ്പത്തികാരോഗ്യം എല്ലാം വേണം. ഈ ആരോഗ്യങ്ങളെല്ലാം പൊതുവെ ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിനെല്ലാം ഇവിടെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്.